നമസ്തേ. ബംഗ്ലാദേശിൽ ജയിലിലടക്കപ്പെട്ട ഇസ്കോൺ ആചാര്യ ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിന് മോചനമില്ല. സ്വാമിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ അഭിഭാഷകരില്ല. ബംഗ്ലാദേശിൽ അറുതിയില്ലാത്ത ഹിന്ദുവേട്ട, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അതിജീവനത്തിനായുള്ള സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ. മിണ്ടാതെ ഒന്നുമുരിയാടാതെ ഭാരതത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നം മതരാഷ്ട്ര രൂപീകരണമോ? പങ്കെടുക്കുന്നവ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു, ബ്രിഗേഡിയർ വേണു നായർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് പി എം നിയാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ എ പി അഹമ്മദ്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ആർ വി ബാബു, പീഡന പർവ്വത്തിലൂടെ കടന്നു പോകുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഇന്ന് റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചല്ലോ. നമ്മുടെ അയൽപ്പക്കത്തെ സഹോദരീ സഹോദരന്മാർ കഴിഞ്ഞ 4.5 മാസത്തോളമായി അനുഭവിക്കുന്ന യാതനകളും വേദനകളും പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ഹൈന്ദവ സംഘടനകൾ മാത്രമേ ഉള്ളൂ എന്നത് അതിശയിപ്പിക്കുന്നൊന്നുമില്ല. എങ്കിലും പറയാതെ നിർവാഹമില്ല. ഹമാസിന് ഐക്യപ്പെടാൻ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിക്കുകയായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിനെ ബോധപൂർവം അവർ മറക്കുന്നു. അവർക്കങ്ങനെ പെരുമാറാനാവൂ. ഇരുവരുടെയും DNA അത്തരത്തിൽ പരുവപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ബംഗ്ലാദേശിലേക്ക് പോകാം. ഇസ്കോൺ ആചാര്യന്മാർ തടവറയിൽ തുടരുകയാണ്. അവർക്ക് വേണ്ട നിയമസഹായം ചെയ്യാൻ അഭിഭാഷകരില്ല. ഒരു അഭിഭാഷകനെ കൊന്നല്ലോ, മറ്റൊരാളെ ശാരീരികമായി കൈകാര്യം ചെയ്തു. ഒരു ജനാധിപത്യ രാഷ്ട്രമായ ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളല്ലേ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്? ശ്രീ ആർ വി ബാബു. അതിൽ യാതൊരു സംശയവും വേണ്ട അനിൽ നമ്പ്യാർ. ബംഗ്ലാദേശിലെ ഈ ഓഗസ്റ്റ് 5-ന് ശേഷം നടന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ വിലയിരുത്തുമ്പോൾ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച അവിടുത്തെ മതതീവ്രവാദ ശക്തികൾ അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബംഗ്ലാദേശിലെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എടുത്തു മാറ്റണം, ബംഗ്ലാദേശിലെ ഭരണഘടന തന്നെ പൊളിച്ചു മാറ്റണം, പൊളിച്ചെഴുതണം. ഇത് വളരെ വ്യക്തമായിട്ട് ബംഗ്ലാദേശിലെ മതതീവ്രവാദികൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഭരണഘടനയിൽ ഒരു ഭാരത സ്വാധീനമുണ്ട് എന്നാണ്. ഭാരത സ്വാധീനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ മതവിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു സമീപനം ബംഗ്ലാദേശിനുണ്ടായിരുന്നു. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ ഭാരതത്തിന്റെ സൃഷ്ടിയാണ്, ഭാരതത്തിന്റെ സംഭാവനയാണ്. അപ്പോ ആ കാലം മുതൽ തന്നെ ബംഗ്ലാദേശിലെ ഒരു മതേതര ബംഗ്ലാദേശ് എന്ന സങ്കല്പത്തിലാണ് പാകിസ്ഥാൻ മതരാഷ്ട്രമായപ്പോഴും ബംഗ്ലാദേശ് ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് തത്വത്തിൽ ഉണ്ടായിരുന്നത്. പലപ്പോഴും ആരധികാരത്തിൽ വന്നാലും അവിടെ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവിടുത്തെ മതതീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് സ്ഥിരം സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുമ്പോൾ 22% ഹിന്ദുക്കൾ ഇപ്പോ 7-8% ചുരുങ്ങിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഈ ഷെയ്ഖ് ഹസീനയെ പോലെ അവാമി ലീഗുകാരുടെ ഭരണകൂടം വരുന്ന സമയത്തൊക്കെ മുജീബ് റഹ്മാന്റെ ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ബംഗ്ലാദേശിൽ അവിടെ മതന്യൂനപക്ഷങ്ങളോട് ഒരു സൗഹൃദ മനോഭാവം വെച്ച് പുലർത്തിയിരുന്നു. പക്ഷെ ഭരണകൂടം ആ നിലയ്ക്കൊക്കെ പെരുമാറുമ്പോഴും അവിടുത്തെ മതതീവ്രവാദ ശക്തികൾ 1971 വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത അതേ ജമാഅത്തെ ഇസ്ലാമി പിന്നീട് പതുക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ തോതിൽ കേസുകൾ ചാർജ് ചെയ്തു, പലരെയും ജയിലിലടച്ചു, പലരെയും ശിക്ഷിച്ചു. എങ്കിലും തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം, ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനം ബംഗ്ലാദേശിൽ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള പോലെ തന്നെ ക്രമാനുഗതമായി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, ലോകത്തെ ഇന്ന് ഒരൊറ്റ മുസ്ലിം രാജ്യങ്ങളിലും ഇതര മതസമൂഹങ്ങളോട്, അവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളോട് സൗഹാർദ്ദപൂർണമായ ഒരു സമീപനം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. UAE പോലുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ 2-3 രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി 10-57 മുസ്ലിം രാജ്യങ്ങളിൽ 50-ലേറെ രാജ്യങ്ങളിലും അവിടുത്തെ ന്യൂനപക്ഷ മതസമൂഹങ്ങളോട് വലിയ തോതിൽ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോലും പല രാജ്യങ്ങളും
അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല, അവരുടെ ആരാധന പുറത്ത് കാണിക്കാൻ പറ്റില്ല, അവരാരാധിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം പുറത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല, വെള്ളിയാഴ്ചകളിൽ പുറത്തിറങ്ങാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള മതനിയമങ്ങൾ ശക്തമായിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുണ്ട്. അപ്പോ സാധാരണ മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ സ്വഭാവത്തിലേക്ക് ബംഗ്ലാദേശ് ഇപ്പോ വീണിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഇപ്പൊ തസ്ലിമ നസറീനൊക്കെ അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന സാഹചര്യം ഇതേ മതമൗലികവാദികളുടെ സ്വാധീനം കൊണ്ടാണ്. അപ്പൊ ബംഗ്ലാദേശിൽ അതിവേഗം മതേതരത്വം എന്നുള്ള സങ്കല്പം കുഴിച്ചു മൂടപ്പെടുകയും ഇതര മത സമൂഹങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്ന മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സ്വഭാവത്തിൽ ബംഗ്ലാദേശും വന്നിരിക്കുന്നു. അതിന് പറ്റുന്ന ഒരു പാവ ഗവൺമെന്റിനെയാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു മഹാകൊജ്ഞാനൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത വെറും പാവ ഒരു സർക്കാർ എന്ന് പറയാം. അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് അയാൾക്ക് നോബൽ സമ്മാനം കൊടുത്തത്? ഏതോ ചിട്ടി കമ്പനി നടത്തിയെന്നോ മൈക്രോ ഫൈനാൻസ് നടത്തി വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടെങ്ങാണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ നോബൽ സമ്മാനം കൊടുക്കുന്നതും യുണൈറ്റഡ് നാഷൻസിന്റെ പ്രവർത്തനമൊക്കെ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സത്യത്തിൽ ഇവരുടെയൊക്കെ നിലപാടുകൾ പലപ്പോഴും പക്ഷപാതപരമാണ്, സെലക്റ്റീവാണ്. അതൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു നിർഗുണനായിട്ടുള്ള ഒരു ഭരണാധികാരി, ജമാഅത്തെ ഇസ്ലാമിയുടെയും BNPയുടെയും പാവ സർക്കാർ എന്ന് പറയാവുന്ന, അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് അനിൽ നമ്പ്യാരിന് അറിയോ? അദ്ദേഹം ആരാണ്? പ്രധാനമന്ത്രിയാണോ, പ്രസിഡന്റ് ആണോ, അതോ ചീഫ് അഡ്വൈസർ ആണോ? ആരാണ് അയാള് ആരാണെന്ന് പോലും നമുക്കാർക്കും വ്യക്തമല്ല. ചീഫ് അഡ്വൈസർ ആണെന്നൊക്കെ പറയുന്നു. എന്താണ് ഈ ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ? അത് ഭരണഘടനാ പദവിയാണോ? എനിക്കറിയില്ല. അതെന്താവട്ടെ, അത് ബംഗ്ലാദേശിന്റെ കാര്യം. പക്ഷേ ആ മനുഷ്യന്റെ കീഴിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. ആ മതന്യൂനപക്ഷങ്ങളെ ഒന്നടങ്കം അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പൊ അനിൽ നമ്പ്യാർ പറഞ്ഞു, ഈ പറയുന്ന സന്യാസിമാർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരില്ലെന്ന്. സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മുസ്ലിം വക്കീൽ തയ്യാറായി മുന്നോട്ട് വന്നു. അയാളെ ഈ തീവ്രവാദികൾ അടിച്ചു കൊന്നു. നമ്മുടെ സൈഫുൽ ഇസ്ലാം കൊല്ലപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ധരിച്ചത് അവിടുത്തെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ റിട്ടാലിയേഷന്റെ ഭാഗത്ത് അങ്ങനെ സംഭവിച്ചതാണെന്നാണ്. പിന്നീടാണ് മനസ്സിലാകുന്നത് അങ്ങനെയല്ല. ഈ സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്നയാള് ഈ ചിന്മയി ദാസിന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ വന്നയാളാണ്. അയാളെയാണ് ഈ തീവ്രവാദികൾ അടിച്ചു കൊന്നത്. ഇന്ന് രൺവീർ എന്ന് പറയുന്ന ഒരു പാവം വക്കീല് ഈ പറയുന്ന സന്യാസിമാർക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോ അദ്ദേഹത്തെയും മൃതപ്രായനാക്കി ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും രംഗത്ത് വരാൻ പാടില്ല. എന്താണ് അവർ ചെയ്ത തെറ്റ്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്ത് തെറ്റാണ് ബംഗ്ലാദേശിനോട് ചെയ്തത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേക അവകാശം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന പോലെ ഭൂരിപക്ഷത്തെ തടങ്കലിലാക്കി ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്ന പോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഈ നാളിതുവരെ കഴിഞ്ഞ 971 മുതലുള്ള കഴിഞ്ഞ 50-54 വർഷമായിട്ട് ബംഗ്ലാദേശ് നാളിതുവരെ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്ത് തെറ്റാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിനോട് ചെയ്തിട്ടുള്ളത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ബംഗ്ലാദേശിന്റെ വിധേയത്വം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ജനസമൂഹമായിരുന്നില്ല. പക്ഷേ അവരെ നിരന്തരം വേട്ടയാടി, അവരെ കൊന്നൊടുക്കി, അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു, അഭയാർത്ഥികളാക്കി, അവരുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, അവരുടെ ക്ഷേത്രങ്ങൾ ചുട്ടു ചാമ്പലാക്കി, ആ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ തല്ലിക്കൊന്ന് പരസ്യമായി കെട്ടിത്തൂക്കി. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യയിൽ നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നും തയ്യാറല്ല. ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അനിൽ നമ്പ്യാർ. അദാനിയുടെ പേരിൽ 5 ദിവസം സ്തംഭിപ്പിച്ചു. അദാനിയുടെ പേരിൽ 5 ദിവസം സഭ സ്തംഭിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ബംഗ്ലാദേശിലെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി, അവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാൻ തയ്യാറായില്ല. അദാനിയുടെ പേരിൽ 5 ദിവസം സ്തംഭിപ്പിച്ചു. അല്പമെങ്കിലും ശബ്ദം എടുത്ത് രംഗത്ത് വന്നത് ഇന്ന് കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഈ അദാനിയോടുള്ള ദേഷ്യം അത് അങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ TMCക്കാര്, തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകള് അവര് പാർലമെന്റിൽ ഉന്നയിച്ചു. അവര് പാർലമെന്റിൽ പറഞ്ഞു ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനമന്ത്രി ഇടപെടണം. എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താനെങ്കിലും ബംഗ്ലാദേശിനെ പറയാമല്ലോ. കോൺഗ്രസ് ഒരു അക്ഷരം വേണ്ടിയോ?
കോൺഗ്രസ് ഒരക്ഷരം വേണ്ടിയില്ല. കാരണം കോൺഗ്രസിന് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഈ ചതുർത്ഥിയാണ്, ഈ ചുവപ്പ് കണ്ട കാളയെ പോലെയാണ്. ഈ ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കുക, ഹിന്ദു സമൂഹത്തെ വംശനാശം വരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സനാതനധർമ്മത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നത്. സനാതനധർമ്മം ഡെങ്കിയാണ്, സനാതനധർമ്മം കൊറോണയാണ്, അതിനെ അകറ്റി നിർത്തണം എന്ന് പറയുന്ന ആളുകളാണ് ഇവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഹിന്ദുത്വത്തെ, സനാതനധർമ്മത്തെ കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ തല്ലി തകർക്കുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കില്ല. കാരണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവർ ഇസ്ലാമിക തീവ്രവാദികളാണ്. അപ്പൊ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരക്ഷരം കോൺഗ്രസ് ശബ്ദിക്കില്ല. കോൺഗ്രസ് നമുക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? കോൺഗ്രസിന്റെ നിലപാട് പാലക്കാട് SDPI സഖ്യം, SDPIയുടെ നേതൃത്വത്തില് മുസ്ലിം വീടുകളിൽ കയറി ഇറങ്ങി മുസ്ലിം വോട്ടിന്റെ ഏകീകരണം നടത്തി. കോൺഗ്രസ് ഇത് തെറ്റാണെന്ന് പറഞ്ഞോ? മതധ്രുവീകരണം നടത്തുന്നത് തെറ്റാണെന്ന് കോൺഗ്രസ് പറഞ്ഞോ? SDPIക്കുള്ള വോട്ട് വേണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇന്ന് നമ്മൾ പുറത്തു വന്ന വാർത്ത, CR മഹേഷ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MLA SDPIയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നു. കരുനാഗപ്പള്ളിയില് SDPIയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വഖഫ് സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഇവിടെ മുനമ്പത്ത് നൂറുകണക്കിന് ആളുകൾ, ക്രൈസ്തവർ, ഹിന്ദുക്കളൊക്കെ അങ്ങ് പെരുവഴിയിലാകുന്ന സാഹചര്യമാണ്. അപ്പോഴാണ് വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് SDPI സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പോയിട്ട് സംസാരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, ഉലേമാ ബോർഡുകാർ അവര് അവകാശവാദം ഉന്നയിക്കുന്നു. അവര് ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് മുന്നോട്ട് വയ്ക്കുന്നു മഹാവികാസ് സഖ്യത്തോട്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. RSSനെ നിരോധിക്കണം, വഖഫ് ബോർഡിന് 1000 കോടി രൂപ വേണം. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം. കോൺഗ്രസ് സമ്മതിച്ചില്ലേ? ആ ഉലേമാ ബോർഡിന്റെ അവകാശവാദങ്ങൾ അംഗീകരിച്ചില്ലേ? ഒടുവിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തി 16 സീറ്റിൽ ഒതുക്കിക്കളഞ്ഞു. കാരണം ഈ വർഗീയ പീഡനം, ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഗതി ഇനി അങ്ങനെ തന്നെയാണ്. അത് കേരളത്തിലും വരും നാളുകളിൽ നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയമില്ല, കോൺഗ്രസ് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കില്ല. കോൺഗ്രസ് നാളിത് വരെ ഈ പറയുന്ന ബംഗ്ലാദേശിന് വേണ്ടി ശബ്ദിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് വ്യത്യാസമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയനൊക്കെ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എത്ര പ്രാവശ്യം പാലസ്തീൻ അനുകൂലമായ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഹമാസിനെ പിന്തുണച്ച്, ഹിസ്ബുള്ളയെ പിന്തുണച്ച്, തീവ്രവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഓശാനപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചില്ലേ? അവിടെ പോയി പിണറായി വിജയൻ സംസാരിച്ചില്ലേ? ഒരക്ഷരം 2 വരി പ്രസ്താവനയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി പോളിറ്റി ബ്യൂറോ പുറത്തിറക്കിയത്. 2 വരി പ്രസ്താവന. അതിനപ്പുറത്തേക്ക് നമ്മൾ വല്ലതും കണ്ടോ? ഞാൻ പറഞ്ഞത്, അത് ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മതമൗലികവാദം ശക്തി പ്രാപിക്കുമ്പോൾ, അതിനിരകളായിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മാറുമ്പോൾ, ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ ന്യൂനപക്ഷമല്ല ബംഗ്ലാദേശിൽ, ക്രൈസ്തവർ ന്യൂനപക്ഷമല്ല, ബൗദ്ധർ ന്യൂനപക്ഷമല്ല. കാരണം ന്യൂനപക്ഷം എന്നുള്ള നിർവചനത്തിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും. ആ ഇരട്ടത്താപ്പാണ് ഇന്ത്യയിൽ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പ്യാർ. PM നിയാസ്, ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി എന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരാമർശം നടത്തുന്നില്ല? വൈ? അഡ്വക്കേറ്റ് നിയാസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ക്ഷമിക്കണം മിസ്റ്റർ അനിൽ നമ്പ്യാർ, അങ്ങ് പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. ന്യൂനപക്ഷ പീഡനം ലോകത്തിന്റെ ഏത് കോണിൽ ഉണ്ടായാലും അത് ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്നും അവയ്ക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കണമെന്നും അഭിപ്രായമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി. അത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവരും ക്രൈസ്തവരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളാണ്. ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ടാവും. അറേബ്യൻ രാജ്യങ്ങളിലും അതുപോലെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഭരണകൂടങ്ങൾ, ഞങ്ങളുടെ ഒരു നിലപാട് എന്താ വെച്ചാൽ ഭരണകൂടങ്ങൾ അത് ജനാധിപത്യപരമായ ഭരണകൂടങ്ങളായി മാറണം. അവിടെ ജാതിയും മതവും ഭരണകൂടങ്ങളുടെ നിറങ്ങളായി മാറരുത്. അത് ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. ബംഗ്ലാദേശിലെ നിലവിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനയെ അവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം കൊണ്ടാണെന്നാണ് എന്റെ നിഗമനം. അതാണ്
അങ്ങനെ ഒരു സഹായം കൊണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലെ വർഗീയ ശക്തിയുടെ സഹായം കൊണ്ട് അവരെ പുറത്താക്കുന്നു, അവരെ നിഷ്കാസിതനാക്കുന്നു. അവരെ നിഷ്കാസിതനാക്കി മത തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രമഫലമായി അവിടെ അട്ടിമറിക്കപ്പെടുന്നു. അവിടെ അട്ടിമറിച്ച് അവിടെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവ്, ഇന്ത്യയുമായി ഏറെ ബന്ധമുള്ള, ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന വ്യക്തിയെ അവർ അധികാര കസേരയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ മുഹമ്മദ് യൂനസ് അല്ല, ഇനി ജമാഅത്തെ ഇസ്ലാമി അല്ല, ആര് തന്നെ ഭരിച്ചാലും, ആര് തന്നെ അധികാരത്തിലേക്ക് വന്നാലും അവരെ നിഷ്കരണം എതിർക്കപ്പെടേണ്ടതാണ്. അത്തരത്തിലുള്ള എനിക്ക് ഏതായാലും 2-3 കാര്യങ്ങൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മത്തിന്റെ കഷ്ടം പോയാലും ഈ പൂച്ചന്റെ സ്വഭാവം മനസ്സിലായല്ലോ എന്ന്. അതുപോലെ ഇപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ആർ.വി. ബാബുവിന്റെ ഭാഗത്ത് 2-3 വാചകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലൊന്ന് എന്താ വെച്ചാൽ, ഇപ്പൊ ക്ഷേത്രങ്ങളെ ചാമ്പലാക്കി, അതിലെ പൂജാരികളെ ആക്രമിച്ചു. മഹാ അപരാധമായ കാര്യമാണ്, ഞാൻ അങ്ങയോട് അംഗീകരിക്കുന്നു. അതുപോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരെ ആക്രമിക്കുന്നത്? അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി, വോട്ട് ധ്രുവീകരണം ഉണ്ടാക്കി, അല്ലെങ്കിൽ സർക്കാർ എതിർകക്ഷിയായി സർക്കാർ ഇഷ്ടപ്പെടാത്ത ഒരു സമുദായം, ആ സമുദായത്തിനെ നിഷ്പ്രഭമാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ തെറ്റാണ് എന്ന് അങ്ങ് പറഞ്ഞത് ബംഗ്ലാദേശിൽ മാത്രമായി അങ്ങ് ചുരുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ബംഗ്ലാദേശിൽ നടന്ന കാര്യം അങ്ങേ കണ്ണു തുറപ്പിച്ചുവെങ്കിൽ എനിക്ക് അക്കാര്യത്തിൽ ഞാൻ കൃതാർത്ഥനും അതിൽ അങ്ങയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയുമാണ്. അത് ബംഗ്ലാദേശിൽ മാത്രം മതിയോ എന്ന് ബാബു ഒന്ന് ചിന്തിക്കണം. എനിക്ക് 2-3 കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ട്. ബാബു ഏതാണ്ട് 7:30 മുതൽ 7:50 വരെ 20 മിനിറ്റ് ബാബു സംസാരിച്ചു. ആ സംസാരിച്ചതിൽ പലതും ഞാൻ അംഗീകരിക്കുകയാണ്. എനിക്ക് വിയോജനം രേഖപ്പെടുത്തുന്ന 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ അദ്ദേഹത്തിനോട് അനുകൂലമായി എനിക്ക് പറയാനുള്ളത്, ബംഗ്ലാദേശിനെ പോലെയുള്ള സ്ഥലത്ത് രാഷ്ട്രീയം എന്തോ ആവട്ടെ, രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അത് ഭരണകൂടം ഒരിക്കലും ഒരു ന്യൂനപക്ഷങ്ങളോട് മോശമായ രീതിയിൽ എന്ത് കാരണങ്ങളുണ്ടായാലും, അവിടെ സംഭവിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ആരെയാണ്? ഇസ്കോണിന്റെ നേതാവ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന്റെ പേരിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി. അത് തെറ്റാണ്. 100% അദ്ദേഹം സനാതന ഹൈന്ദവ സമുദായത്തിൽ ആചാര്യനായി പ്രവർത്തിക്കുന്ന ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ മാത്രം രാജ്യദ്രോഹം കുറ്റം ചെയ്താണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളോട് ശ്രമിക്കുന്നുവെങ്കിൽ അതും തെറ്റാണെന്നേ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഇന്ത്യയിൽ നടക്കുന്നത് കൊണ്ട് ബംഗ്ലാദേശിൽ ശരിയാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ബംഗ്ലാദേശിൽ ചെയ്തത് തെറ്റാണ്, ഇന്ത്യയിലും അങ്ങനെ ചെയ്യരുതെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുമായി ഏറെ ബന്ധമുള്ള, ഏറെ നയതന്ത്രമായി ബന്ധമുള്ള ഒരു രാജ്യമായി ഇന്നും തുടരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന അഭയം തേടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നതെന്നും ഇന്ത്യ അവരെ സംരക്ഷിക്കാൻ നയപരമായ തീരുമാനമുള്ളത് കൊണ്ടുമാണ്. ഇപ്പോ അവിടെ അധികാരത്തിലിരിക്കുന്ന ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അമേരിക്കയുമായി അമേരിക്കയുടെ വരാൻ പോകുന്ന പ്രസിഡന്റുമായും ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. അപ്പൊ നരേന്ദ്രമോദിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോൾ ഒഴിക്കുന്ന നയപരമായ തീരുമാനങ്ങളിൽ ഇത് ഒരു അയൽ രാജ്യത്തില് നമുക്ക് നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല. പക്ഷെ അവിടെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ നിലപാട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള നിലപാട്, ആ നിലപാടിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുവാൻ ഇന്ത്യക്ക് സാധിക്കും. എന്തുകൊണ്ട്? അവിടെ വൈദ്യുതിയിൽ ഇന്ത്യയിലാണ് 25%, അവിടെ വെള്ളം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. 15 മില്യൺ, എന്റെ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, 15 മില്യൺ കോടി സഹായമാണ് കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയ്ക്കും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വെച്ച് അമേരിക്കയോട് പോലും ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പറ്റും. ലോകം മുഴുവനും ചുറ്റി ലോകത്തിലെ മുഴുവൻ ആളുകളുമായി നല്ല ബന്ധം നിലനിർത്തുന്ന എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാഭാവികമായി മുന്നോട്ട് പോകണം. ഇതിനു മുമ്പ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായപ്പോ അവിടുത്തെ ആളുകളെ ഭരണകൂടം ഇല്ലാതെ ഇതുപോലെ മോശമായ രീതിയിൽ അതിക്രമം നടത്തി കൊല ചെയ്തപ്പോ ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾക്ക് പീഡനമുണ്ടായപ്പോ അവിടെ ഇടപെട്ടത് ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഒരു സൈനിക ഇടപെടൽ പോലും
ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോയി. അന്ന് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള ആളുകളുമായുള്ള അവരുടെ നല്ല ബന്ധം അതിനുപയോഗിച്ചിരുന്നു. വേണ്ടമെങ്കിൽ അതും ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ഗവൺമെന്റായി ഇന്ത്യ ഗവൺമെന്റ് മാറണം. അത് നോക്കിയിരിക്കുകയല്ല ഇന്ത്യ വേണ്ടത്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ആദ്യം സ്വാധീനം ചെലുത്തണം. വേണ്ടി വന്നാൽ, ഞാൻ പറയാം, വേണ്ടി വന്നാൽ ഈ നയതന്ത്ര രംഗത്ത്, ലോകത്തിലെ നയതന്ത്ര രംഗത്ത് മോദിക്കുള്ള സ്വാധീനം അവിടെ ഉപയോഗിക്കണം എന്നാണ്. പിന്നെ വെറുതെ കോൺഗ്രസിനെ പേക്കിട്ട് കയറിയിട്ട് കാര്യമില്ലല്ലോ. കോൺഗ്രസ് അല്ലല്ലോ ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസ് അല്ലല്ലോ നിങ്ങൾക്ക്. ഞാൻ കോൺഗ്രസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? വഖഫിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പറഞ്ഞത് ചെയ്തിട്ടുണ്ടോ? മുസ്ലിം ദേവാലയങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടുണ്ടോ? ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കോൺഗ്രസിന്റെ അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏക സിവിൽ കോഡിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബംഗ്ലാദേശിൽ നടക്കുന്നത് ഭാരതത്തിലും നടക്കാവുന്നതെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞത് സൽമാൻ ഖുർഷിദാണ്. ആരാണ് സൽമാൻ ഖുർഷിദ്? ഞാനൊരു കാര്യം, അങ്ങനെയല്ല പ്ലീസ്, ഞാനൊന്നും പറഞ്ഞോട്ടെ. അല്ല ബാബു പറഞ്ഞപ്പോ അല്ല, ഇത് കൂടെ പറഞ്ഞിട്ട് പോ. താങ്കൾ ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല, കോൺഗ്രസ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നതിൽ ദുഃഖിക്കുന്നു, വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഭാരതത്തിൽ നടക്കാവുന്നതെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞത് സൽമാൻ ഖുർഷിദാണ്. നോക്കൂ, ഞാൻ സൽമാൻ ഖുർഷിദിന്റെ വാക്കുകൾ ഞാൻ അപ്പോൾഡ് ചെയ്യോ അല്ലെങ്കിൽ അത് ഏറ്റുപറയോ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ബാബുവിന്റെ നാവിൽ ഞാൻ എത്രയോ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഒരു ന്യൂനപക്ഷ വേട്ടയ്ക്ക് എതിരായി ബാബു പറഞ്ഞ വാക്കുകൾ ഞാൻ അച്ചട്ടയായി സ്വീകരിക്കുകയാണ്. അത് ലോകത്തെല്ലായിടത്തും ബാബുവിന്റെ വാക്കുകൾ ഒരുപോലെ ആവണം. എന്റെ ചോദ്യവും എന്റെ പ്രതീക്ഷയും അതാണ്. ബാബു ബംഗ്ലാദേശ്, ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് PM നിയാസ്, ബംഗ്ലാദേശിൽ നടന്നതുപോലെ കൂട്ടക്കൊല ഇവിടെ നടന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്നു കെട്ടി തൂക്കിയിട്ടുണ്ടോ? അല്ല അങ്ങനെ ഇടപെടില്ല എന്ന് അല്ല, താങ്കൾ ഈ താരതമ്യം ചെയ്യുന്നതുകൊണ്ടാണ്. താങ്കൾ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ ഇന്ത്യയിലെ സംഭവ വികാസങ്ങളുമായിട്ട് താരതമ്യ പഠനം നടത്തുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഇടപെട്ടത്. ഞാൻ പറയാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, അങ്ങനെ അതിൽ ഇടപെടരുത്. എനിക്ക് പറയാനുള്ള അവസരം തരികയാണെങ്കിൽ മാത്രം. അങ്ങയുടെ സ്വഭാവം എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ മുൻകൂർ പറയൂ അങ്ങനെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ പറയൂ. ഇല്ല, ഞാൻ പറയുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ബാബുവിന്റെ വാക്കുകൾ ഞാൻ 100%, അത് ലോകത്ത് എവിടെയാണെങ്കിലും ബാബു അങ്ങ് പറഞ്ഞ വാസ്റ്റ് ആയിട്ടുള്ള ന്യൂനപക്ഷ പേട്ടകൾ ലോകത്തെ ഒരു രാജ്യവും ഒരു ഭരണകൂടവും എടുക്കാൻ പാടില്ല എന്നാണ് അങ്ങ് പറഞ്ഞതെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യയിൽ അങ്ങത് പറയുന്നില്ല എന്ന വേദന മാത്രമേ എനിക്കുള്ളൂ. അങ്ങ് പറഞ്ഞു, അനിൽ പേര് പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും നടക്കുന്നുണ്ടോ എന്ന്. ഞാൻ എണ്ണി പറയാം. ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ത്യ രാജ്യത്ത് നടന്നല്ലോ. എത്ര പേരെയാണ് നിങ്ങൾ വെട്ടിക്കുന്നത്? ഇറച്ചി കഴിച്ചു, അത് മാംസ ഇറച്ചി കഴിച്ചു എന്നതിന്റെ പേരിൽ അവസാനം കൊന്ന പലരും ആട്ടിറച്ചിയാണ് കഴിച്ചതെന്ന് നിങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടല്ലോ. ഒന്ന്. രണ്ടാമത്തത്, മുസ്ലിം ദേവാലയങ്ങളോട് ഇപ്പൊ ഞാൻ അതിന് ദേവാലയങ്ങളുടെ പേരൊന്നും പറഞ്ഞ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന മുസ്ലിം ദേവാലയങ്ങളെ പോലും അങ്ങ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ ഒരു വിഭാഗം ആളുകൾ ഭരണകൂടം ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭരണകൂടത്തിന്റെ നിലപാട് അത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത്, ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇവിടുത്തെ ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും, ന്യൂനപക്ഷങ്ങൾക്ക് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഭരണഘടനയിൽ പോലും വെള്ളം ചേർക്കാൻ അങ്ങ് ശ്രമിച്ചില്ലേ? പൗരത്വ ഭേദഗതി ബില്ലിൽ അത് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നോക്കിയില്ലേ? പിന്നെ അസ്രത്ത് ഉൾപ്പെടെയുള്ള UP-യിൽ അവിടെ നടക്കുന്ന കിരാതമായ നടപടികൾ, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കിരാതമായ നടപടികൾ, ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞല്ലോ, അവിടെ ഈ ACB ഉപയോഗിച്ചു ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന, ഒരു വിഭാഗത്തിന്റെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന കിരാതമായ നടപടി, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു മണ്ഡലത്തിൽ താങ്കൾക്ക് ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അറിയാമല്ലോ അല്ലെ? അവിടെ 11 മുസ്ലിം സ്ഥാനാർത്ഥികളെ 100,000-ത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് ഏക ഹിന്ദു സ്ഥാനാർത്ഥിയാണ്. അങ്ങ് ഇടപെടും എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് അങ്ങ് ഇടപെടുന്നില്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത്. എന്റെ ഓരോ സെന്റൻസിലും അങ്ങ് ഇടപെടും. അങ്ങയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ്. ഞാൻ മറുപടി പറയാൻ ഞാൻ പഠിച്ചല്ലോ. എന്നെ മറുപടി പറയാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഭരണകൂടത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ് ഇവിടെ ബാബു വാചാലനായി 20 മിനിറ്റ് സംസാരിച്ചു. ഞാൻ ഇപ്പോഴും സംസാരിച്ചു. 7:50 ബാബു അവസാനിച്ചത്. ഒരു മിനിറ്റ് പ്ലീസ്, ഞാൻ എന്റെ വാച്ച്
കൃത്യമായി നോക്കും. അതിന് തർക്കം വേണ്ട. 7:30 തുടങ്ങിയ ചർച്ചയിൽ 7:52 ബാബു അവസാനിച്ചത്. നമുക്ക് വിഷയത്തിലോട്ട് വരാം പ്ലീസ്. സാധാരണ ഇന്റർവെല് സാധാരണ കൂടുതൽ സമയം എടുക്കുന്നത് താങ്കൾ സമയം എടുത്തിട്ടില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ അവസരിപ്പിക്കാം. ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നത് അത് അട്ടിമറിയിലൂടെയാണ്. എന്നാൽ ജനാധിപത്യ രീതിയിൽ ഒരാൾ ജയിച്ചു എന്നതിന്റെ അർത്ഥം ഇന്ത്യയെ പോലെ സവിശേഷമായ ന്യൂനപക്ഷ പരിരക്ഷയുള്ള രാജ്യത്ത് ആ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ വേട്ടയാടാനുള്ള ലൈസൻസ് ആണോ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭൂരിപക്ഷം എന്ന് അനിൽ നമ്പ്യാരനോ ബാബുവിനോ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇവിടെ ഞാൻ വിഷയം ഇന്ത്യയിലേക്ക് പറിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് അവിടെ ലോകം മുഴുവനും ഇത് അപലപിക്കപ്പെടണം. ലോകരാഷ്ട്രങ്ങളിൽ ഒക്കെ സ്വാധീനമുള്ള ഒരു ലോകരാഷ്ട്ര നായകനായി മാറുന്ന ഒരു വ്യക്തിയാണ്, സംശയമില്ല, അത് നരേന്ദ്രമോദി ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സഞ്ചാരം ഉണ്ടാകണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടാകണം. വെറും നാട് നിങ്ങളെ പ്രചരണം നടത്തിയത് കൊണ്ടോ സമരം നടത്തിയത് കൊണ്ടോ കാര്യമില്ല. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രനായകൻ ഇതുപോലെ ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടായപ്പോ അന്ന് ഇന്ത്യയുടെ നായകനായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇടപെട്ടിരുന്നു. മാലിയിൽ പ്രശ്നമുണ്ടായപ്പോ വൈദേശിക അക്രമം ഉൾപ്പെടെയുള്ള സംഘർഷ നമ്മൾ ഇടപെട്ടിരുന്നു. അതുപോലെ ബർമയിൽ നമ്മൾ ഇടപെട്ടിരുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ നമ്മൾ ഇടപെട്ട് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിരുന്നു. ആ രീതിയിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മാറാൻ പ്രിയപ്പെട്ട BJPക്ക് ഏറ്റവും കൂടുതൽ ഉപദേശം കൊടുക്കുന്ന RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒക്കെ നിർണായകത്വം വഹിക്കുന്ന RV ബാബുവിനെ പോലെയും പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള അനിൽ നമ്പ്യാരും അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുവാൻ കൂടി തയ്യാറാകണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. ശ്രീ വേണു നായർ, നയതന്ത്ര തലത്തിൽ എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനാവും? എല്ലാവർക്കും ജയ് ഹിന്ദ്. ബംഗ്ലാദേശ് പ്രോബ്ലത്തിൽ ഉള്ള രണ്ട് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രതിനിധികൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൂടുതലും സെക്യൂരിറ്റി റിലേറ്റഡ് വസ്തുതകളിൽ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സുരക്ഷ എങ്ങനെ ബാധിക്കും, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ബംഗ്ലാദേശ് ഒരു 90% മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലമാണ്. ഇത് ഒരു 13ാം നൂറ്റാണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു തുടക്കത്തിൽ ഒരു 20% ഹിന്ദുക്കളും പിന്നെ ബുദ്ധമതക്കാരും കുറച്ച് ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രമാണിത്. ഈ 20% ഹിന്ദുക്കൾ ആസ് ഓൺ ടുഡേ അതൊരു 8% വന്ന് നിൽക്കുന്നുണ്ട്. 22 ഇപ്പോൾ 8%, 7 something ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? പാകിസ്ഥാനിലും നമുക്ക് ഇതറിയാം. അവിടെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് നത്തിങ്, ഐ തിങ്ക് 1% or 2% ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ വസ്തുത നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി ബംഗ്ലാദേശ് ഒരു അവിടെയുള്ള ഹിന്ദുക്കളെയോ മൈനോറിറ്റിയോ ഒക്കെ പീഡിപ്പിക്കണം എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്വയം നിലനിൽപ്പിനെ പറ്റിയുള്ള ഒരു അവബോധം ഇപ്പോഴത്തെ അധികാരത്തിലേക്ക് വരാൻ ഒരുങ്ങുന്ന ഇസ്ലാമി ആകട്ടെ BNP ആകട്ടെ ഇവർക്ക് ബോധമുണ്ടാവണം. ഇതിൽ ആദ്യം ഇത് തുടങ്ങുന്നത്, ഈ മൺസൂൺ റെവല്യൂഷൻ തുടങ്ങുന്നത് വിദ്യാർത്ഥികളുടെ സമരത്തിലൂടെ ആയിരുന്നല്ലോ. അത് ഈ 71 ഇൻഡിപെൻഡൻറ്റ് വാരിയേഴ്സിൻ്റെ ഇപ്പോഴത്തുള്ള ആളുകൾക്കുള്ള 30% റിസർവേഷനും അതിനോടൊക്കെ അനുബന്ധിച്ചായിരുന്നു. അത് ഒരു ടു ആൻഡ് ബാക്ക് ആയിട്ട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. സുപ്രീം കോടതി തന്നെയാണ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അത് ഒരു 2%-ലും 5%-ലും ഒക്കെ ആക്കി നിൽക്കാൻ ഹസീനയുടെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ആകട്ടെ, ഇതിന് ഈ ആൻറ്റി റിസർവേഷൻ ആയിരുന്നപ്പോൾ അതിന് വിദ്യാർത്ഥികളൊരു ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഇതൊരു ആൻറ്റി റിസർവേഷൻ റെവല്യൂഷൻ ഓർ അജിറ്റേഷനായിട്ട് നിലനിന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾക്കാർ അത് ആരാണെന്ന് നമുക്ക് വേറെയായിട്ട് ചിന്തിക്കാം. അതിൽ അമേരിക്ക ഉണ്ടോ? പക്ഷേ അതിൽ ഓൺ ഗ്രൗണ്ട് ചെയ്ത ആൾക്കാർ ISSൻ്റെ ആയിരിക്കും അവരുടെ
ഇൻസ്പിറേഷനോട് കൂടി ജമാഅത്തെ ഇസ്ലാമികളാണ് അത് ചെയ്തതെന്നുള്ളതിന് വലിയ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. BNP നിഷ്പക്ഷരായിട്ട് നിന്നിരിക്കാം ഫോർ എ ലോങ് ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ നമ്മൾ ഒരു ചരിത്രം നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമികളെന്ന് പറയുന്നത് 71 ഉള്ള യുദ്ധത്തിൽ ഈ ഡിവിഷൻ പാടില്ല, ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറരുത് എന്ന് വളരെ ദൃഢമായിട്ട് ചെയ്തതും അന്ന് അവരുടെ കീഴിൽ 2 ബ്രിഗേഡ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമികൾ. അന്നൊരു 30% ആൾക്കാരും ഈ സെപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നവരാണ്. അവരുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് കൊലീഷൻ പാകിസ്ഥാൻ ആർമിയുമായിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായ ജനഹത്യ, അവരുടെ ഒരു പോപ്പുലേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്പ് 71 വന്നിട്ടുള്ളത് വേറെ ചരിത്രത്തിൽ ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ ജ്യൂസിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടായ പോലെയൊക്കെ ഉണ്ടായ ഒരു ഇതാണ്. അതിൽ കൂടുതലും അവിടുത്തെ ബുദ്ധിജീവികളെയും വിദ്യാർത്ഥി നേതാക്കളെയും എല്ലാം വംശം നോക്കി ഡിസ്ട്രോയ് ചെയ്യുന്ന കൊല്ലുന്ന ഒരു ഇടപാടാണ് അന്ന് നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 71 മുജീബുർ റഹ്മാൻ ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസമാണ് ഉണ്ടായത്. പക്ഷേ അന്ന് ഈ ഗവൺമെൻറ്റിന് ഭക്തി ബഹനിക്കും മുജീബുർ റഹ്മാൻ്റെ പാർട്ടിക്കും എതിരായിട്ട് നിന്നവരെ കുറച്ച് ആർമിക്കാരെ അവർക്ക് പുറത്തേക്ക് ആക്കേണ്ടി വന്നു. അവരെല്ലാം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ അവിടെ ഒരു ഈ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അവിടെ പട്ടാള ഭരണവും ഉണ്ടായിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ്റെ ഫാമിലിയെ 2 പേര്, ഹസീനയും അവരുടെ സിസ്റ്ററും യങ്ങർ സിസ്റ്ററും പുറത്ത് ജർമ്മനിയിലായിരുന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരെയും അവർ തന്നെ അവരുടെ പ്രസിഡൻറ്റ്സ് ബംഗ്ലാവിൽ വെച്ച് കൊന്നൊടുക്കുകയായിരുന്നല്ലോ. 75 എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഒരു വിഭാഗം ആർമിക്കാർ അധികാരം എടുക്കുകയും അവരെ കൊന്നുകൊണ്ട് വേറൊരു കൂട്ടർ വരികയും ഫൈനലി ജനറൽ ഇർഷാദാണ് കുറച്ച് വർഷത്തേക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുത്തത്. അന്നു മുതൽ ഇങ്ങോട്ട് അത് കഴിഞ്ഞ് സിയാവുൾ റഹ്മാൻ വധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇർഷാദ് വരുന്നു. പിന്നെ ഈ 2 ബേഗങ്ങളുമായിരുന്നു അവിടുത്തെ രാഷ്ട്രീയത്തിൽ മുന്നിട്ട് നിന്നിരുന്നത്, ഖാലിദ സിയയും ഈ ഹസീനയും. അപ്പോൾ അവരുടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷേഖ് ഹസീന 5ാമത്തെ തവണ പ്രൈം മിനിസ്റ്റർ ആകുന്ന ഒരു രീതിയിലായിരുന്നു. അവർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അവർ ചൈനയെയും ഇന്ത്യയെയും ഒരുമിച്ച് ചൈനയെ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ട്ണറായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇത്തവണയും ആദ്യം തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിഞ്ഞ ശേഷം നേരിട്ട് ആദ്യത്തെ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വിസിറ്റ് പോസ് ടു ചൈനയിൽ അവർക്ക് വേണ്ടത്ത ഒരു കൺസിഡറേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ തന്നെ അവരവിടുന്ന് ധൃതി പിടിച്ച് അവരെ പോയതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹസീനയുടെ ടൈമിൽ അവരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ തൻ്റെ രാഷ്ട്രത്തിന് എന്താണ് വേണ്ടത്, എന്താണ് ഇമ്പരറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് അയൽക്കാരെ മാറ്റാൻ പറ്റുകയില്ല. ഇന്ത്യയും ബംഗ്ലാദേശും എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർട്വൈൻഡ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കായിരുന്നു അവിടെയുള്ള ഈ എൻക്ലേവ്സിനെയൊക്കെ കൈമാറ്റം ചെയ്തതും അങ്ങനെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും. ഇതെന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ ഒരു 4096 കിലോമീറ്ററാണ് അവരുടെ ലാൻഡ് ബോർഡർ നമ്മളുമായിട്ടുള്ളത്. അതിൽ കിഴക്കുവശം നോക്കുകയാണെങ്കിൽ മിസോറാം, ത്രിപുര ആണെങ്കിൽ ഈ ബംഗ്ലാദേശിലേക്ക് ഇങ്ങനെ ഒരു ഉന്തി നിൽക്കുന്ന ഒരു ഭാഗമാണ്. മേഘാലയ, ആസാം, വെസ്റ്റ് ബംഗാൾ ആകട്ടെ 2200 കിലോമീറ്റേഴ്സിൻ്റെ ബോർഡറുണ്ട്. ഈ ബോർഡർ എല്ലാം ഒരു 900 കിലോമീറ്റർ ഒഴിച്ച് ഫെൻസിങ്ങിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്നുള്ള എല്ലാ നദികളും ബ്രഹ്മപുത്രയോട് ചേർന്നിട്ട് ഫൈനലി സുന്ദർബൻസിലേക്ക് അങ്ങോട്ട് ഒഴുകുന്നത് അവിടെ കൂടെയാണ്. അപ്പോൾ വെള്ളമാകട്ടെ നിയന്ത്രിക്കുന്ന തീസ്ത മുതലായ നദികൾ കൂടി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ പവർ നമ്മുടെ അദാനി പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എങ്കിലും ഒരു 900 മില്യൺ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും അവർ ദേ ആർ ഡ്യൂ
ടു അദാനിയുടെ പവർ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു ഇങ്ങനെ ബോർഡറുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഐഡൻറ്റിഫൈഡ് ഇൻ്റർനാഷണൽ ബോർഡറാണ്. എല്ലായിടത്തും ബോർഡർ പില്ലേഴ്സ് ഉണ്ട്. നമ്മുടെ സൈഡിലാണെങ്കിൽ BSFും അവിടെ അവരുടെ ബോർഡർ ഗാർഡ്സുമാണ് ഉള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ബംഗ്ലാദേശുമായിട്ടുള്ളത്, ഈ ത്രിപുര ഒരു 85-87 കാലഘട്ടത്തിൽ ഒരു ബ്രിഗേഡ് അഗർത്തല ത്രിപുരയിലുണ്ട്. അതിൻ്റെ ഒരു ബ്രിഗേഡ് മേജറായിട്ട് ഞാനൊരു 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ അവിടെയുള്ള ബോർഡറൊക്കെ കാണാനും BSFിൻ്റെ വത്തുകൾ അപ്പുറത്തുനിന്ന് BDR എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സായിരുന്നു അവിടെ ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അന്നുള്ള വെല്ലുവിളി ഇൻഫിൽട്രേഷൻ കുറേശ്ശെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റിൽ ട്രാഫിക്കിംഗ് കൊണ്ട്, പിന്നെ ഡ്രഗ്സ് ഇന്നത്തെ ലെവലിൽ എത്തിയിട്ടില്ല. ഇന്നാണെങ്കിൽ ഡ്രഗ്സിൻ്റെ ട്രാഫിക്കായിട്ട് നടക്കുന്നുണ്ട്. ഇൻഫിൽട്രേഷൻ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 1 കോടിയോളം ബംഗ്ലാദേശീസ് ഇന്ത്യയിലുണ്ട് എന്നാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നു, അതൊരു വേറൊരു പ്രത്യേക വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് അന്ന് എനിക്കറിയാം, ഈ ഒരു പീസ് ടൈമിലാണെങ്കിൽ തന്നെ അവിടെ ഡിഫൻസ് ഓഫ് അഗർത്തലയ്ക്ക് വേണ്ടിയിട്ടൊരു വേറെ ഡിവിഷൻ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മിസോറാമിലും നാഗാലാൻഡിലുമൊക്കെ ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ നടത്തുന്ന 57 ഡിവും 8 ഡിവിഷനും ഒക്കെ ഉണ്ട്. ഈ ഒരു ബ്രിഗേഡാണ് ഉണ്ടായിരുന്നത് അഗർത്തലയിൽ. അവർക്ക് ഒരു ലൈറ്റ് ടാങ്ക്സിൻ്റെ ഒരു സ്ക്വാഡൻ വരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു യുദ്ധമുണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആർമി ഒരു യുദ്ധത്തിനെ പറ്റിയോ അങ്ങനെയുള്ള ഡിപ്ലോയ്മെൻറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ നല്ല ഒരു ബന്ധം പുലർത്തേണ്ട ഇന്ത്യയുമായിട്ട് എന്ത് കാരണത്താലാണെങ്കിലും അവർ ഇങ്ങനെ ഇപ്പോഴുള്ള ഇറ്റ്സ് എ വർക്കിംഗ് പ്രോസസ് ആണെന്ന് കരുതാം. എന്ന് വെച്ചാൽ ഒരു ഇവോൾവിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സാധ്യതകളും ഈ ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ സാധ്യതകൾ അവർ മനസ്സിലാക്കണം. പിന്നെ ഏതൊരു രാജ്യത്താണെങ്കിലും ആദ്യം സെക്യുലർ ആയിരുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ഈ 90% ഉള്ളതുകൊണ്ട് ഇർഷാദാണെന്ന് തോന്നുന്നു, അതൊരു ഇസ്ലാമിന് പ്രൈം റിലീജിയനായി. എന്നാലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ബാക്കി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ മതാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ബലം കൊടുക്കുന്നുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അത് ഓൺ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ എൻ്റെ അടുത്ത ഇതിൽ പറയാൻ പറ്റും. ഓവർ ടു യു. പക്ഷേ 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സൈനികമായിട്ടുള്ള ഒരു ഇടപെടൽ അത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ അത് സാധ്യമല്ല എന്നറിയാം. കാരണം ബംഗ്ലാദേശ് ജനത ഇന്ത്യക്ക് എതിരല്ല. ഒരു വിഭാഗം മാത്രമാണ് അവിടെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനികമായ ഇടപെടൽ അത് സാധ്യമല്ല ഈ ഘട്ടത്തിൽ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ എല്ലാ സഹായങ്ങളും നിലവിലുള്ള ഭരണകൂടത്തിനുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മുഹമ്മദ് യൂനുസ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റായിട്ട് പണ്ട് മുതലേ വർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ നോബൽ സമ്മാനത്തിൻ്റെയൊക്കെ വാല്യൂ, അതിൻ്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ജോർജ് സോറസ് ഒക്കെ ആയിട്ടുള്ള ഇടപെടൽ, ആ ബന്ധം, അതെല്ലാം സുവിദിതമാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ വേണുനായർ ചൂണ്ടിക്കാണിച്ചു, 90% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം. ഇനി ഈ ഒരു 10% ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു മതരാഷ്ട്രം, ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്ന അജണ്ട മുൻനിർത്തിക്കൊണ്ട് തന്നെയല്ലേ നിലവിലുള്ള ഈ ഒരു ഓൺസ്ലോട്ടിനെ, ഈ ഒരു ഹിന്ദു വേട്ടയെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഈ 2 ഘടകങ്ങൾ വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബംഗ്ലാദേശിനെ കുറിച്ച് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞ 6 മാസമായി, കൃത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ജൂൺ 5-നാണ് ആ കോടതി വിധി വന്നത്. അതിനെ തുടർന്നാണ് കലാപം തുടങ്ങുന്നത്. ഇപ്പോൾ ഡിസംബർ 5-ാം തീയതി ആകുമ്പോൾ കൃത്യം 6 മാസം പൂർത്തിയാവുന്നു. ഇതിനിടയിൽ നടന്ന മരണപ്പെട്ടതിൻ്റെ കണക്ക് 370 എന്നൊക്കെ എവിടെയോ കണ്ടു. എന്തായാലും അതൊക്കെ ഔദ്യോഗികമായ കണക്കാവും, ഒരിക്കലും ശരിയായ കണക്കായിരിക്കണമെന്നില്ല. നമുക്ക് കിട്ടുന്ന കണക്കിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും മരണം, എത്രയോ കൂടുതലായിരിക്കും കലാമിറ്റീസും കാഷ്വാലിറ്റീസും ഒക്കെ.
നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ന്യൂനപക്ഷങ്ങൾ എവിടെ ഏത് രാജ്യത്ത് വേട്ടയാടപ്പെടുമ്പോഴും ലോകത്തിലെങ്ങുമുള്ള മനുഷ്യന്മാർ അങ്ങനെ മർദ്ദിതരായ മനുഷ്യരോട് ഏത് രാജ്യത്തെ പൗരന്മാരായാലും അവരോട് സാഹോദര്യ ബുദ്ധിയ പെരുമാറുകയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെയുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാണ് ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്? ആ സാഹചര്യത്തിന്റെ അന്ന് അതിന് ഡിവൈഡ് ആൻഡ് റൂൾ എന്നായിരുന്നു പേര്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു അതിന്റെ പിന്നിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലെ ഇന്നത്തെ ഇഷ്യൂവിലേക്ക് വന്നാൽ ലോകത്തിലെ രണ്ട് സാമ്രാജ്യത്വങ്ങളുടെ കഴുകൻ കണ്ണുകൾ കൃത്യമായിട്ടും ബംഗ്ലാദേശിന്റെ ചുറ്റും കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. രണ്ട് വാക്കുകൾ ഈ ചർച്ചയിൽ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ബംഗ്ലാദേശിന്റെ ഒരു ഇങ്ങേ അറ്റത്ത് വാലറ്റത്ത് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് കോക്സ് ബസാറാണ്. കോക്സ് ബസാർ ഈ ബംഗ്ലാദേശിന്റെ വൻകരയോട് ചേർന്ന് കിടക്കുന്ന, താഴെ ആ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെയും താഴെ കിടക്കുന്ന ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപിന്റെ പേരാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ്. കോക്സ് ബസാറും സെന്റ് മാർട്ടിൻ ഐലൻഡും തമ്മിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നത് എന്ന് ഒരു പ്രതീകാത്മകമായി നമുക്ക് പറയാൻ പറ്റും. കോക്സ് ബസാറിന്റെ പ്രശ്നം എന്താണ്? അവിടെ ചൈന ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കൂടി തന്നെ താല്പര്യത്തോടും സമ്മതത്തോടും കൂടി ചൈന കുറെ കാലമായിട്ട് അവിടെ തുറമുഖം നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ വലിയൊരു താവളമായിട്ട് കോക്സ് ബസാർ വളർന്നു വരികയാണ് ബംഗ്ലാദേശിൽ. അത് എന്ന് തുടങ്ങിയോ അന്നും അതിനു മുമ്പും തന്നെ ഈ നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തീർച്ചയായിട്ടും വലിയ ഉത്കണ്ഠയുള്ളത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി ശക്തിപ്പെട്ട് ലോകത്തിൽ ശാക്തിക ചേരികളോടൊന്നും കൂട്ടുനിൽക്കാതെ തന്നെ പുതിയ രാഷ്ട്രീയ ചേരികൾ ഉണ്ടാക്കി ശക്തമായ രാജ്യമായി ലോകത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമല്ല അമേരിക്കയുടെ ആശങ്ക. പ്രധാനപ്പെട്ട ഒരു ആശങ്ക, ഇന്ത്യയുടെ സമീപത്തായിട്ട് ഒരു ചൈനീസ് താവളം ബംഗ്ലാദേശിൽ വളർന്നു വരുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ നേരത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന പ്രയോഗം അനിൽ നമ്പ്യാർ നടത്തിയല്ലോ, എത്ര കൃത്യമാണെന്ന് ഓർക്കൂ. സോറസിന്റെ പണം, ബംഗ്ലാദേശിലെ ഇന്ന് നടക്കുന്ന കലാപത്തിന്റെ മുഴുവൻ പണമിറക്കുന്നത് സോറസ് ആണ് എന്ന കാര്യം ഇന്ന് അങ്ങാടിപ്പാട്ടാണ്, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഈ കലാപം നടത്താനുള്ള പണമൊന്നും ആ ദരിദ്ര രാജ്യത്തിന് ഇല്ല. പട്ടിണി പാവങ്ങളാണ്. 17 കോടി ജനങ്ങളിൽ 4 കോടി പട്ടിണി നടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇറങ്ങുന്ന പണം സോറസിന്റെ പണമാണ്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് താല്പര്യമുള്ള പണമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനുവരി 5 അവിടെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ഒരു ക്രിസ്തു രാജ്യത്തിന്റെ താവളം ഒരുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവുകളും, മീൻസ് അവാമി ലീഗിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സൗകര്യങ്ങളും സുഗമമായി ജയിക്കാനുള്ള സാഹചര്യവും ഞങ്ങൾ ഒരുക്കി തരാമെന്ന് ഒരു പ്രമുഖ വിദേശ രാജ്യം എനിക്ക് ഉറപ്പ് തന്നിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന തന്നെ പറയുന്നുണ്ട്. അതാരാണെന്ന് ഇന്നിപ്പോ നമുക്ക് വളരെ കൃത്യമാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർക്കണം, നേരത്തെ ഈ ചർച്ചയിൽ വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ചെറിയൊരു നാടല്ല, വെറും അയൽക്കാർ മാത്രമല്ല. പ്രധാനപ്പെട്ട 5-6 സംസ്ഥാനങ്ങൾ കിടക്കുന്നത് ബംഗ്ലാദേശിനും അപ്പുറത്താണ്. ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കൂ, അഗർത്തലയിൽ നിന്ന് ഒരിക്കൽ യാത്ര ചെയ്ത അനുഭവം എനിക്കുണ്ട്. ഇപ്പോൾ ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശ് ഉടനീളം മുറിച്ചു കടക്കണം. ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആസാമിൽ നിന്ന് നമുക്ക് ബസ് യാത്ര ചെയ്യണമെങ്കിൽ, ആസാമിൽ നിന്ന് ബീഹാറിലേക്ക് ബസ് യാത്ര ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശ് മുറിച്ചു കിടക്കണം. ബംഗ്ലാദേശിന്റെ അപ്പുറത്താണ് സത്യത്തിൽ ഇന്ത്യ വൻകരയുടെ 5-6 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനോട് ചേർന്നാണ്. അതിൽ മണിപ്പൂരുണ്ട്, മിസോറാമുണ്ട്, ആസാമുണ്ട്, മേഘാലയുണ്ട്, ത്രിപുരയുണ്ട്. ഈ സംസ്ഥാനങ്ങൾ അപ്പുറത്ത് അരുണാചൽ പ്രദേശുണ്ട്. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വേറൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കണം. മണിപ്പൂർ കലാപത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 6 എണ്ണമെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. നമ്മൾ ഡെമോഗ്രാഫി പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറയുകയും ഒന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. 6 സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളോട് ചേർന്ന് ഒരു ക്രിസ്തു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് തന്നെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതും. അതുകൊണ്ട് അത് വേറൊന്നുകൊണ്ടുകൊണ്ടാൽ ഒരു പക്ഷേ ഇന്ത്യയോടുള്ള വിരോധം അമേരിക്കയ്ക്കുള്ളത് കൊണ്ട് മാത്രമല്ല, ചൈന വലിയൊരു താവളം നമ്മുടെ പരിസര പ്രദേശത്ത് ബംഗ്ലാദേശിൽ പണിയുന്നു എന്നതുകൊണ്ട് കൂടിയാണ്.
അതുകൊണ്ട് ഈ വിദേശ രാജ്യങ്ങൾ, രണ്ട് സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യം. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. സാമ്രാജ്യത്വ ശക്തികൾ അതിന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളായി എന്നും വളർത്തിയെടുത്തിട്ടുള്ളത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെയാണ്, മതരാഷ്ട്രവാദികളെയാണ്. ഒരു തർക്കവും വേണ്ട, യാതൊരു തർക്കവും ഇല്ല. ആരായിരുന്നു ബിൻ ലാദനെ വളർത്തിയെടുത്തത്? ആരായിരുന്നു ബിൻ ലാദനും കൂട്ടർക്കും സൗകര്യം വരുത്തി കൊടുത്തത്? ആരായിരുന്നു ബിൻ ലാദന് പരിശീലനം കൊടുത്ത് കൃത്യമായിട്ട് അന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക്, കാബൂളിലേക്ക് വിമാനം കയറ്റി വിട്ടത് നമുക്കറിയാമായിരുന്നു. കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ ഈ സ്വന്തം കുടത്തിൽ നിന്ന് പുറത്തു വിട്ട ഭൂതങ്ങളൊക്കെ അവർക്ക് നേരെ തിരിഞ്ഞു. അതാണ് സത്യം. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്നും രാജ്യദ്രോഹികളാണ്, എന്നും രാജ്യദ്രോഹികളാണ്. ഇന്ത്യയിൽ നിന്ന കാലത്ത് ഒന്നും അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. കാരണം ഈ ബ്രിട്ടീഷുകാർ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ അനിസ്ലാമിക വ്യവസ്ഥ പോയിട്ട് ഹിന്ദുക്കളുടെ ഒരു അനിസ്ലാമിക വ്യവസ്ഥ വന്നിട്ട് എന്ത് കാര്യമെന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് അവർ ചോദിച്ചത്. പാകിസ്ഥാൻ കിട്ടിയത് അവരെ കൊണ്ടല്ല, മുഹമ്മദ് അലി ജിന്നയുടെ വളരെ വളരെ ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം കൊണ്ട് കിട്ടിയതാണ് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൗലാന മൗദൂദിയും കൂട്ടരും ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു ഇസ്ലാമിക രാജ്യമാക്കണം. ജിന്ന സമ്മതിച്ചില്ല. ജിന്ന പറഞ്ഞത് ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ നമ്മളും സെക്കുലറാണ്, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ നമ്മളും സെക്കുലറാണ്. 1980 സിയാവുലക്കിന്റെ കാലം വരെ പാകിസ്ഥാൻ സെക്കുലറായി നിന്നു നമ്മൾ ഓർക്കണം. ഇത് ബംഗ്ലാദേശിലും ഇതേ നയമാണ്. ബംഗ്ലാദേശ് യുദ്ധകാലത്ത്, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച നയം എന്താണ്? നമ്മളിപ്പോ ഉള്ള മുസ്ലിം ഐഡന്റിറ്റി കളയരുത്, നമ്മൾ പാകിസ്ഥാന്റെ കൂടെ തന്നെ നിൽക്കണം, നമ്മൾ വിട്ടു പോരരുത്, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി അല്ല പ്രധാനം, ഇസ്ലാമികമായ ഐഡന്റിറ്റിയാണെന്ന് പറഞ്ഞവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോ സൗകര്യം കിട്ടിയാൽ, അന്നു മുതൽ ഇന്ന് വരെ 71 തൊട്ട് 75 ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ വധം, 81 സിയാഉർ റഹ്മാന്റെ വധം, ഞാൻ പറഞ്ഞു അപ്പോഴൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി സംശയത്തിന്റെ നിഴലിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ട് സാമ്രാജ്യത്വങ്ങൾ തമ്മിലുള്ള വലിയ ശാക്തിക താല്പര്യങ്ങൾ, ഈ പ്രദേശത്തെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തോട് ചേർന്നുള്ള ഒരു താവളത്തിന്റെ പേരിൽ, രണ്ട് താവളങ്ങൾ രണ്ടു കൂട്ടർക്കും വേണം എന്ന വാദത്തിന്റെ പേരിൽ നടക്കുന്ന കലാപത്തിലെ, അവരുണ്ടാക്കുന്ന കലാപത്തിലെ, കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്ന കലാപമാണ്. ആ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കരുവാണ് ജമാഅത്തെ ഇസ്ലാമി. ആ കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റാണ് മുഹമ്മദ് യൂനുസ്. എല്ലാവർക്കും അറിയാം, മുഹമ്മദ് യൂനുസിന് സമാധാനത്തിനല്ല നോബൽ പ്രൈസ് കൊടുത്തത്, തീർച്ചയായിട്ടും കലാപത്തിനാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിൽ ചർച്ചയ്ക്ക് വരേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അത് ഇങ്ങനെയാണ്: ഒരു ഇന്ത്യക്ക് അധിനിവേശം പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ബംഗ്ലാദേശിനെ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാത്തിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പൊ ബംഗ്ലാദേശിനോട് വലം വെച്ച് കിടക്കുന്ന ഇന്ത്യയാണ്. ബംഗ്ലാദേശിന്റെ അപ്പുറത്തുള്ള 5-6 സംസ്ഥാനങ്ങൾ, ഇപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഈ ഒരു നിർണായകമായ ഘട്ടം, ആ നിർണായകമായ പ്രദേശം ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധമായ ഒരു താവളമായി വളർത്തിയെടുക്കാൻ ലോകത്തിലെ രണ്ട് ശാക്തിക ചേരികളും മത്സരിക്കുന്ന കാലത്ത് ബംഗ്ലാദേശിനെ പൊതിഞ്ഞു വെച്ച് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സാധ്യമാണെങ്കിൽ ഇന്ത്യയുടെ വരുതിയിൽ നിർത്തുകയോ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ചർച്ചയിൽ നയതന്ത്ര വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും പറയട്ടെ എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത്. യെസ്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മാഷേ. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇപ്പോൾ കോൺഗ്രസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ ഉന്നയിക്കുന്ന ചോദ്യം, കോൺഗ്രസ് അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, നരേന്ദ്രമോദിയല്ലേ ഭരിക്കുന്നത്, നരേന്ദ്രമോദി എന്തുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നരേന്ദ്രമോദിക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ജനത ഇന്ത്യക്ക് എതിരല്ല, അവിടെയുള്ളൊരു വിഭാഗമാണ് ഈ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ ബംഗ്ലാദേശിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും നടത്താൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും നയതന്ത്ര തലത്തിൽ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താം, അല്ലേ? ആ രീതിയിൽ ബംഗ്ലാദേശിനെ ഞെരുക്കാം, ബംഗ്ലാദേശിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടുവരാം, ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാം. മാത്രമല്ല മറ്റ് പരിമിതികളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെയുള്ള ഒരു സാവകാശം അത് നോക്കിയിരിക്കുകയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ട്രംപ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുത്തതാണ്. ബൈഡൻ്റെ നിലപാടല്ല ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വരുന്നത് വരെ ഒരുപക്ഷെ നോക്കിയിരിക്കുന്നതായിരിക്കുമോ?
എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? അനിൽ നമ്പ്യാർ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയം. ഇപ്പോ ബംഗ്ലാദേശിലെ ഈ വിഷയത്തെ ഇന്ത്യ എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു നയപരമായ തീരുമാനം ഏതു നിലയ്ക്ക് എടുക്കുന്നതിന് മുൻപും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും ഇന്ത്യക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണവും അനിവാര്യമാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏതായാലും നയതന്ത്ര വിദഗ്ധന്മാരുടെ തലത്തിൽ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീമാൻ നിയാസ് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വീണ്ടും അതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളിലെയും ഉള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ബാധകമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും ബാബുവിന് ഈ അഭിപ്രായമുണ്ടോ എന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ശ്രീമാൻ നിയാസിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യാജ നരേറ്റീവാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന നിങ്ങളുടെ വ്യാജ നരേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ലോകത്ത് മുഴുവൻ ഭാരതത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഞാനൊരു ഒറ്റ ഉദാഹരണം കൊണ്ട് നിയാസിന്റെ ഈ വാദഗതിയെ പൊളിക്കാം. നിയാസിനോട് ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ബംഗ്ലാദേശിലെ 22% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 8% അല്ലെങ്കിൽ അതിലേക്ക് 8% താഴെയിലേക്ക് താഴ്ന്നു പോയത്? പാകിസ്ഥാനിലും ഇതേപോലെ ഹിന്ദു ജനസംഖ്യ 3%-ഓ 2%-ഓ ആയിട്ട് കുറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? എന്നാൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുസ്ലിം ജനസംഖ്യ 8% ഇന്ന് 2011 സെൻസസ് അനുസരിച്ച് 13%, 2024 ഇപ്പൊ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിശ്ചയമായിട്ടും അത് 15-നും 16-നും മുകളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിലവിലെ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനും പ്രയാസമില്ല. അപ്പോ എങ്ങനെയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാദഗതിയെ അത് നിരാകരിക്കുന്നത് എന്നുള്ളത് വളരെ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. എന്ന് മാത്രമല്ല, ജനസംഖ്യയുടെ വിഷയത്തിൽ മാത്രമല്ല, ആരാധനാലയങ്ങളുടെ എണ്ണത്തിൽ ഒക്കെ ഈ ഒരു വർധനവ്, ക്രമാതീതമായ വർധനവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് ഒക്കെ നൽകിക്കൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോ നമുക്കറിയാം, വഖഫ് നിയമം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തനിക്ക് മോഹം തോന്നുന്ന, താൻ സ്വപ്നം കാണുന്ന, താൻ ആഗ്രഹിക്കുന്ന ഏത് ഭൂമിയുടെ മേലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി കൊടുത്ത് അത്തരത്തിൽ ഉള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പാവങ്ങളുടെ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിനാണ്. ലോകത്ത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിനും അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള സർവാധികാരം, പരമാധികാരം പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു വാദം ന്യൂനപക്ഷ സമൂഹത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, വർഗീയ ധ്രുവീകരണത്തിലൂടെ കോൺഗ്രസിന്റെ കൂടെ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ നരേറ്റീവാണ്. ഇത് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ ഞങ്ങൾക്ക് ഭരണമില്ലല്ലോ, ഞങ്ങളല്ലല്ലോ ഇടപെടേണ്ടത്, ഞങ്ങളല്ലല്ലോ കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് ഭരണം ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തിയത്? നിങ്ങൾക്ക് ഭരണമില്ലല്ലോ, നിങ്ങൾ പക്ഷേ പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നാട് മുഴുവൻ സംഘടിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സമ്മേളനം നടത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ രംഗത്ത് വരുന്നില്ല? ഞാൻ ചോദിച്ചല്ലോ, 5 ദിവസമായല്ലോ പാർലമെന്റ് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രക്ഷോഭം നയിക്കുന്നു. ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ബംഗ്ലാദേശിലെ വിഷയം ഉന്നയിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടായില്ല? നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അപ്പോ നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം നിങ്ങൾക്ക് ന്യൂനപക്ഷമല്ല. നിങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവര് മാത്രമാണ് ന്യൂനപക്ഷം. നിങ്ങൾ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പശുവിനെ കൊന്ന് ഇറച്ചി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു, ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം എത്രയോ വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയുമ്പോൾ
എന്തിന്റെ പേരിലാണ് മോബ് ലിഞ്ചിങ് ഉണ്ടായത്? പശുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. മുഗളന്മാരുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് പശുവുമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് അത് ഹിന്ദുക്കൾക്ക് പശുവുമായിട്ടുള്ള ആ ബന്ധം എത്ര കണ്ട് വൈകാരികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഹിന്ദുക്കളുടെ അന്നത്തെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കോൺഗ്രസ് അല്ലേ 10-20ഓളം സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത്. 10-20ഓളം സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത് കോൺഗ്രസ് അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന, കേരളത്തിൽ ഉന്നയിക്കുന്ന ഭക്ഷണ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ നിഷേധിച്ചത്? അന്നത് ശരിയായിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അന്ന് ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് കുറെ കൂടി സംഘടിത ശക്തിയായിട്ട് ന്യൂനപക്ഷങ്ങൾ മാറിയപ്പോൾ ഹിന്ദുക്കളെ നിങ്ങൾ തഴയുന്നു, ഹിന്ദു അവകാശങ്ങൾക്ക് നേരെ നിങ്ങൾ മുഖം തിരിക്കുന്നു, ന്യൂനപക്ഷ വർഗീയതയ്ക്ക് മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പശുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു നേതാവ് കണ്ണൂരില് പച്ചയ്ക്ക് ഒരു പശുക്കിടാവിനെ കഴുത്തറുത്ത് കൊന്നത്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്. നിങ്ങൾക്ക് യാതൊരു മടിയില്ല. പണ്ട് നിങ്ങൾ ചെയ്യുമായിരുന്നില്ല, ഇന്ന് നിങ്ങൾ ചെയ്യും. കാരണം പണ്ട് പശുവും കിടാവുമായിരുന്നു നിങ്ങളുടെ ചിഹ്നം. പശുവും കിടാവുമായിരുന്നു നിങ്ങളുടെ ചിഹ്നം. അത് നിങ്ങൾ മാറ്റിയത് എന്തിനാ? ആരെ പ്രീണിപ്പിക്കാനാണ്? അപ്പോ ആ പ്രീണന നയം അത് കോൺഗ്രസ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം. ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു വ്യാജ നരേറ്റീവുകൾ ഉണ്ടാക്കുന്നു എന്ന്. നിങ്ങൾ ഈ മോബ് ലിഞ്ചിങ്ങിന്റെ ഒക്കെ കഥ പറയുമ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവാം, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില സംഭവങ്ങളെ നിങ്ങൾ എത്ര തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് തർക്കത്തെ ചൊല്ലി ഉണ്ടായ കൊലപാതകത്തെ നിങ്ങൾ ഇതേ രീതിയിൽ ഗോമാംസവുമായി വിട്ട് ഗോവധവുമായി ബന്ധപ്പെടുത്തി തെറ്റായ കള്ളപ്രചരണം നടത്തിയില്ലേ? ജുനൈദിന്റെ വധം അങ്ങനെയല്ലേ? കോടതി അത് പറഞ്ഞില്ലേ? കോടതി അതിൽ അത്തരത്തിലുള്ള വിധി കൊണ്ടുവന്നില്ലേ? ഗൗരി ലങ്കേഷിന്റെ വധത്തെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയില്ലേ? ആ ഗൗരി ലങ്കേഷിന്റെ വധം ഇപ്പോ തെളിഞ്ഞു നിൽക്കുന്നത് എവിടെയാണ്? ഗൗരി ലങ്കേഷിന്റെ കൊലപാതക കേസിൽ ഇപ്പോ വിചാരണയിൽ തെളിയുന്നത് അത് അവരുടെ കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വ്യാജ നരേറ്റീവുകൾ ഉണ്ടാക്കി ഭൂരിപക്ഷ സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സമീപനം നിങ്ങൾക്കൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല? അപ്പൊ അതുകൊണ്ട് ഇപ്പോ നരേന്ദ്രമോദി ചെയ്യണം. ഞാൻ ചോദിക്കുന്നു നിയാസെ, ബംഗ്ലാദേശിലെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു പട്ടാള നടപടിയോ സ്വീകരിച്ചാൽ കോൺഗ്രസിന്റെ സമീപനം എന്താ? കോൺഗ്രസ് പരസ്യമായി ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? ഇപ്പൊ അഹമ്മദ് മാഷ് പറഞ്ഞു ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ആവശ്യമാണെന്ന്. ശരി, ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്ക് പരസ്യമായി ബംഗ്ലാദേശിൽ ഒരു പട്ടാള നടപടി സ്വീകരിക്കണം എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് നിയാസിനെ. നിയാസ് ഇവിടെ നിന്ന് ഒരാവശ്യം ഉന്നയിച്ചാൽ പോരാ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചവരാണ്. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ. ഇന്ത്യൻ പട്ടാളത്തിന്റെ ആത്മാർത്ഥതയെയും അവരുടെ സമർപ്പണ ഭാവത്തെയും ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ ആ സമീപനത്തെ പോലും നിങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങളുടെ നിലപാട് ഇപ്പോ രാഷ്ട്രവിരുദ്ധമായ നിലപാടാണ്. നിങ്ങൾ എല്ലാ കാലത്തും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ നിലപാട് അങ്ങനെയാണ്. ഇപ്പോ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് യുദ്ധത്തില് അന്ന് വാജ്പേയി ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. അത് ഒരു രാഷ്ട്രത്തില് ആ രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തോട് അവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട ക്രിയാത്മകമായ നിലപാടാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ എല്ലാത്തിനും തെളിവുകൾ ചോദിച്ച് എല്ലാത്തിനും ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ലോകത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് തീർത്തും ഹിന്ദു വിരുദ്ധമായ നിലപാടാണ്, ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടാണ്. ആ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ അക്രമികളുടെ മതം നോക്കിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ നിയാസെ, എന്തേ നിങ്ങൾ സമ്പാൽ ചർച്ച ചെയ്യാത്തതോടെ? പാർലമെന്റിൽ സമ്പാൽ ഉന്നയിച്ചില്ലല്ലോ കോൺഗ്രസ്. എന്തേ സമ്പാൽ ഉന്നയിക്കാത്തെ? കാരണം കൊല്ലപ്പെട്ട 5 മുസ്ലിങ്ങൾ
കൊല്ലപ്പെട്ടതും കൊന്നതും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാ, മുസ്ലിങ്ങൾ തന്നെയാ കൊന്നത്. നിങ്ങൾക്കറിയോ അത്? സംഭാലിലെ പോലീസിന്റെ വെടിവെപ്പല്ല നടന്നത്, നാടൻ തോക്കിലെ വെടിവെച്ചിട്ടാണ് സംഭാലിൽ കൊല്ലപ്പെട്ടത്. പോലീസ് വെടിവെക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടില്ല. പോലീസ് വെടിവെക്കുന്ന ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നാടൻ തോക്കുകളിൽ വെടിയേറ്റാണ് സംഭാലിൽ. ആരാണ് അവിടെ പരസ്പരം വെടിവെച്ചത്? പഠാൻ വിഭാഗത്തിലെ മുസ്ലിങ്ങളും തുർക്കി വിഭാഗത്തിലെ മുസ്ലിങ്ങളും. രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് അവിടെ സംഭാലിലെ സംഘർഷം ഉണ്ടായത്. അപ്പോ സംഭാലിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല, നിങ്ങൾ പോവില്ല സംഭാലില്. നിങ്ങൾക്ക് സംഭാലിനെ കുറിച്ച് മിണ്ടാൻ നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കില്ല സംഭാൽ വിഷയം. എന്തേ 5 പേര് മരിച്ചിട്ട് പാർലമെന്റിൽ ഉന്നയിക്കാത്ത? അപ്പോ ഇതൊക്കെ വളരെ വ്യക്തമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, പാലക്കാട്, കരുനാഗപ്പള്ളിയില്, നിങ്ങള് മഹാരാഷ്ട്രയില് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം, ആ വർഗീയ ധ്രുവീകരണത്തിന് കോൺഗ്രസിന് ചരിത്രത്തില് വലിയ വില നൽകേണ്ടി വരും, യാതൊരു സംശയമില്ല. അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്താരാഷ്ട്ര സമൂഹം, എനിക്ക് ഈ കാര്യത്തിൽ അനിൽ നമ്പ്യാർ വളരെ വ്യക്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ട്. എനിക്ക് ഈ യുണൈറ്റഡ് നേഷൻസിനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ ഒരു നിഷ്പക്ഷ സംവിധാനം അല്ലാതായിട്ട് എത്രയോ കാലങ്ങളായി. അതിന് നമ്മൾ ധരിക്കുന്നത് അമേരിക്കയുടെ യൂറോപ്പിന്റെ ഒക്കെ കസ്റ്റഡിയിലാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ നയിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് സെലക്റ്റീവായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രതികരണം പലപ്പോഴും നമ്മൾ കാണാറ്. യുണൈറ്റഡ് നേഷൻസിന്റെ പല ഏജൻസികളുടെയും കണ്ടെത്തലുകൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കും. അവർ പറയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനേക്കാൾ പിന്നിലാണ്. അവർ പറയും ഇന്ത്യ ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയേക്കാൾ. അവിടെ ശ്രീലങ്കയിൽ പട്ടിണി കാരണം കൊണ്ട് എന്താ പറയാ, അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ കൈയടക്കിയ ആൾക്കാർ. പക്ഷെ അവർ പറയും വികസന സൂചികയിൽ, വിശപ്പ് സൂചികയിൽ ഇന്ത്യ ഈ പറയുന്ന രാജ്യം, ഇങ്ങനെയുള്ള കുറെ തെറ്റായ സൂചകങ്ങൾ പുറത്തുവിട്ട് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവര് ഈ യുണൈറ്റഡ് നേഷൻസ് പലപ്പോഴും പ്രമേയം പാസ്സാക്കും. ആർക്ക് വേണ്ടിയിട്ടാ? പാലസ്തീന് വേണ്ടി പ്രമേയം പാസ്സാക്കും. ഇസ്രായേലില് ഈ 1500ഓളം പേരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ, ഒക്ടോബർ 7-ാം തീയതി സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തപ്പോൾ എവിടെയായിരുന്നു യുണൈറ്റഡ് നേഷൻസ്? അവരുടെ ഒരു പ്രമേയം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള ഈ രാജ്യങ്ങൾ, അവരെയൊക്കെ ഇപ്പൊ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഈ ഇസ്ലാമിക ശക്തികളാണ്. അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സംവിധാനമായിട്ട് മാത്രം അധപ്പതിച്ചു യുണൈറ്റഡ് നേഷൻസ്. അതുകൊണ്ടാണ് ഈ ഇത്തരം പ്രതികരണങ്ങൾ പോരാ. ബംഗ്ലാദേശിലെ വിഷയത്തില് എന്താ യുണൈറ്റഡ് നേഷൻസ് രണ്ടുപേരും പ്രസ്താവന നടത്തിയോ? എന്ത് നടത്തി? അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെയും മറികടന്നുകൊണ്ട് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ബംഗ്ലാദേശിൽ ശ്രീ അഹമ്മദ് സാദ് പറഞ്ഞ പോലെ ഒരു പട്ടാള നടപടിക്ക് നരേന്ദ്രമോദി തയ്യാറാവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഉദകക്രിയ ചെയ്ത കൈകൊണ്ട് തന്നെ ശേഷക്രിയ ചെയ്യാൻ ഇന്ത്യക്ക് അറിയാമെന്ന് ബംഗ്ലാദേശിനെ പഠിപ്പിക്കേണ്ടി വരും. ഉണ്ടാക്കിയത് ഇന്ത്യയാണെങ്കിൽ അത് ഇല്ലാതാക്കാനും ഇന്ത്യക്ക് കഴിയും എന്നുള്ള പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ തയ്യാറാവണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അനിൽ നമ്പ്യാർ. ഓക്കെ PM നിയാസ്, അതുകൊണ്ട് ഹിസ്ബുള്ളയോടും ഹമാസിനോടുമുള്ള സ്നേഹമെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാണിക്കൂ, അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കൂ. ലക്ഷദ്വീപിൽ തെങ്ങിന് പച്ചപ്പെയിൻ്റ് അടിച്ചപ്പോൾ അരിശം കൊണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു അരിശം, രോഷം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ആരും ഉത്തരം തരുന്നുമില്ല, കൃത്യമായിട്ടുള്ള ഉത്തരം. പേരെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇന്ത്യ രാജ്യത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ നടക്കുന്നത് മനുഷ്യഹത്യയാണ്, ന്യൂനപക്ഷ വേട്ടയാണ്. അത് അവസാനിപ്പിക്കണം, ലോകരാഷ്ട്രങ്ങൾ ഇടപെടണം എന്ന നിലപാട് കോൺഗ്രസിന്റെ നിലപാട്. അതിന് പിന്നിൽ ആരാണ്? അവരുടെ പേരെടുത്ത് എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അഡ്വക്കേറ്റ് നിയാസ്, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാത്ത എന്തുകൊണ്ടാ? നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? ഈ കൂട്ടക്കൊല നടത്തുന്നത്, ഈ ഹിന്ദു വംശഹത്യ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം എന്തുകൊണ്ട് അഡ്വക്കേറ്റ് PM നിയാസോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അങ്ങ് ചോദിച്ചത് 100% അങ്ങ് പറഞ്ഞത് 100% ചോദ്യം. ഞാൻ ചോദ്യത്തിന് ഒരു മറുചോദ്യം ചോദിക്കാം. ഇന്ത്യയെ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, കുക്കിയും മെയ്റ്റിയും തമ്മിൽ ഒരു സംഭവം ഉണ്ടാവുന്നു, ഒരു അക്രമം ഉണ്ടാവുന്നു. 1.5 കൊല്ലമായി നടക്കുകയാണ്.
487 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു. നിരവധി സ്ത്രീകൾ മാനഭംഗപ്പെടുന്നു, ജീവത്യാഗം നടക്കുന്നു. എന്തേ നിങ്ങളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതിലെ കാരണക്കാർ ഇന്നവരാണ് എന്ന് പറയാത്തത് എന്തേ? അതിനെന്താ നാവ് പൊന്താത്തത്? അനിൽ നമ്പ്യാർക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത BJP ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ഒരു ആയിക്കോട്ടെ അവിടെ ഉണ്ടായപ്പോ ആദ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഇടപെട്ട് അവിടെ പട്ടാള ഭരണം ഏർപ്പെടുത്തി പട്ടാളക്കാരൊക്കെ ഉപയോഗിച്ച് അത് മാസങ്ങൾക്കകം അത് അവസാനിപ്പിച്ചു. ഇന്ന് നിങ്ങളുടെ ഗവൺമെന്റ് ആ സംസ്ഥാന ഗവൺമെന്റ് വീഴ്ചയാണെങ്കിൽ ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് വല്ലാത്ത ആത്മരോഷം അങ്ങ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ ചോദ്യം, അത് മണിപ്പൂരിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈ ലോകത്തെവിടെയാണെങ്കിലും ന്യൂനപക്ഷ വേട്ടയും മനുഷ്യത്വരഹിതമായ വേട്ടയും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ട്. BJPക്കും നരേന്ദ്രമോദിക്കും RSSനും ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ വേട്ടകൾക്ക് പ്രശ്നം പറയുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തെ പൗരത്വം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരു മതത്തിനെ മാത്രം ഒഴിവാക്കാനുള്ള നിങ്ങളുടെ ഈ മഞ്ഞപ്പിത്തം പിടിച്ചവന്റെ ആ കണ്ണ് നിങ്ങൾക്ക് ഉണ്ടായതാണ്. ഇവിടെ RV ബാബുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ മറുപടി പറയാം. RV ബാബുവിനോട് ഞാൻ ചോദിക്കുന്നത്, അങ്ങ് മണിപ്പൂരിലെ അങ്ങ് അവിടുത്തെ ക്ഷേത്രം പൊളിച്ചത് തെറ്റാണ്. അതൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു സമുദായത്തിന്റെ ക്ഷേത്രങ്ങളോ പള്ളികളോ ദേവാലയങ്ങളോ തകർക്കാൻ പാടില്ല. അത് പരമ തെറ്റാണ്. എന്നാൽ 487 ക്രൈസ്തവ ദേവാലയങ്ങൾ ഈ രാജ്യത്ത് തകർന്നപ്പോ നരേന്ദ്രമോദിക്ക് 1.5 കൊല്ലമായി അവിടെ ഒന്ന് അവരെ വിളിച്ച് ചർച്ച ചെയ്യാൻ നരേന്ദ്രമോദിക്ക് ഒരു മിനിറ്റ് പോലും സമയം കിട്ടിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിച്ചില്ല, ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. മണിപ്പൂർ ഇന്ത്യയിലെ സംസ്ഥാനമല്ലേ മണിപ്പൂരിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അങ്ങയുടെ സംഘടന അല്ലെങ്കിൽ RSS അല്ലെങ്കിൽ BJP ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു സമരം ചെയ്താൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങ് ഇപ്പൊ വലിയ പ്രയാസം പറയുന്നുണ്ടല്ലോ പലസ്തീനെ കുറിച്ച്. അങ്ങ് പറഞ്ഞ വലിയൊരു തെറ്റുണ്ട് UN കുറിച്ച്. UN ഇസ്രായേലിൽ നടത്തിയ ഹമാസിന്റെ അക്രമം വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടത് ഞാൻ കേട്ടതാണ്. അത് UN ആണ്. ഇപ്പൊ UN നിങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല. യഥാർത്ഥ സംഗതികൾ ഇന്ത്യയിൽ നടക്കുന്ന യഥാർത്ഥ സംഗതികൾ UN പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൊടിക്കുന്നു. ലോകം മുഴുവനും മുഖം നഷ്ടപ്പെട്ടത്, മുഖം മോശം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദയവ് ചെയ്ത് അങ്ങ് ബാബു സംസാരിച്ചപ്പോ ഇടപെടാത്ത അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു അഗ്രസീവ് ജേർണലിസം എല്ലാവരോടും വേണം. ഈ വിനീതരായ ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അങ്ങയുടെ അഗ്രസീവ് ജേർണലിസം ദയവായി എനിക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം തരൂ. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, UN-നോട് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. അങ്ങനെ തെറ്റായ കാര്യമാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ UN സഭയിൽ സാധിക്കും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മുഖം നഷ്ടപ്പെട്ട നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ വികസനത്തെ അവസാനം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന BJP ഗവൺമെന്റിന്റെയും മുഖം നഷ്ടപ്പെട്ടപ്പോ കണ്ണാടി തല്ലിപ്പൊലിക്കുന്നത് പോലെ യുണൈറ്റഡ് നാഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടി തെറ്റൽ. പിന്നെ ഗോവധ നിരോധനത്തെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഗോവധത്തെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ ഗോവധ നിരോധനം തെറ്റാണ് ശരിയാണ് എന്ന് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഗോവധ നിരോധനം നിയമമാണല്ലോ, നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ അത് നിയമമാണല്ലോ. അവിടെ ഏതെങ്കിലും ഒരു നിയമത്തിൽ അത് സംഘപരിവാറുകൾക്ക് ആ ഗോവധം നടത്തുന്ന ആളുകളെ അങ്ങ് നിഷ്കരണം കൊല്ലാമെന്ന് ഏതെങ്കിലും നിയമമുണ്ടോ? അനിൽ നമ്പ്യാരെ, അങ്ങക്ക് നിയമവും നീതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ വാദോരന്ത സംസാരിക്കുന്ന മനുഷ്യ അല്ല. RV ബാബുവിന് തന്റെ ഇടമുണ്ടെങ്കിൽ ഒരു ചർച്ച വെക്കൂ. നാളെ ഞാൻ കൊണ്ടുവരാം. അതിന് രേഖകൾ അങ്ങേക്ക് ഞാൻ അയച്ചു തരാം. അങ്ങയുടെ ജനൽ TV 1 മണിക്കൂർ ചർച്ച വെക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കൊണ്ടുവരാം. 100 കണക്കിന് ലങ്കാ മഹേഷിന്റെ പുതിയ കണ്ടെത്തൽ എന്റെ പ്രിയപ്പെട്ട അങ്ങയെ CBIയുടെ തലവനാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഒരു നരേറ്റീവ് ലങ്കാ മഹേഷിന്റെ മരണത്തിൽ അങ്ങയുടെയൊക്കെ നരേറ്റീവ്, അത് അങ്ങക്ക് ഞാൻ നോബൽ സമ്മാനം, ഇത് ഇപ്പോ ബംഗ്ലാദേശ് ഭരിക്കുന്ന വ്യക്തിക്കല്ല, അങ്ങേക്കാണ് ഇതുപോലെ കാര്യത്തിൽ നോബൽ സമ്മാനം തരേണ്ടത് എന്ന് ഞാൻ അങ്ങയോട് ശുപാർശ ചെയ്യുകയാണ്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ നടത്തിയാലും തെറ്റാണെന്ന് ആർജവമുള്ള
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അങ്ങ് പറഞ്ഞല്ലോ ഈ ജനസംഖ്യയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറയാൻ അറിയാം. അങ്ങ് ഈ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷം കുറയുന്നു, കേരളത്തിൽ കൂടുന്നു, അല്ല ഇന്ത്യയിൽ കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ ഈ ആക്രോശമുണ്ടല്ലോ, ആ ആക്രോശം ഇന്ത്യയുടെ ഭരണഘടന കണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പിന്നെ സംഭാലിനെ കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംഭാലിനെ കുറിച്ച് ഭരണഘടന ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ രാജ്യസഭയിലും ലോകസഭയിലും കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ നോട്ടീസ് കൊടുത്ത് ചർച്ച വെച്ചോ? 5 ദിവസം നിങ്ങൾ ലോകസഭയും രാജ്യസഭയും നിർത്തിവെക്കാനുള്ള കാരണം എന്താ? അങ്ങയുടെ ഇഷ്ടക്കാരനായ അങ്ങയുടെ ലോക കോടതികൾ പോലും, അമേരിക്ക ഉൾപ്പെടെയുള്ള താങ്കളുടെ ഏറ്റവും വലിയ താങ്കളുടെ നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനായ അമേരിക്ക പോലും പിന്നെ അദാനി കേസെടുത്തപ്പോ അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോ 5 ദിവസം ചർച്ച ചെയ്യാതെ 5 ദിവസം നിയമസഭയും ലോക്സഭയും രാജ്യസഭയും പൂട്ടിയിട്ട് പോയല്ലോ. അത് പൂട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട്, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞ എന്തുകൊണ്ടാ? ഭാരതത്തിലെ ആ ജനസംഖ്യ ഞാൻ അങ്ങയോട് മറുപടി പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയാം. അങ്ങ് ചോദിച്ചിട്ട് ഉത്തരവ് അങ്ങ് തന്നെ പറഞ്ഞ അവസാനിപ്പിക്കല്ലോ. ഇന്ന് RSSന്റെ നേതാവ് എന്താ പറഞ്ഞത്? മിനിമം 3 കുട്ടികൾ ഉണ്ടാവണം, ഇല്ല എങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ വലുപ്പം കൂടും. എന്താ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സമുദായവും തമ്മിലുള്ള വ്യത്യാസം? ന്യൂനപക്ഷങ്ങൾ ഈ ജനന പ്രക്രിയകൾ എണ്ണം കൂട്ടുന്നു. നിങ്ങൾ ജനന കൊടുക്കുവാൻ നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട RSSകാർ ഇന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിൽ 3 അംഗങ്ങൾ ഉണ്ടാകണം. 3 അംഗങ്ങളുള്ള ഹൈന്ദവ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം നിങ്ങൾ കണക്കെടുത്തല്ലോ. എന്തേ 3-ൽ കൂടുതൽ 4-ഉം 5-ഉം? ഞാൻ 5 മക്കളിൽ പെട്ട ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനാണ്. എത്ര പേരെ മറിച്ച് കാണിച്ചു തരാൻ പറ്റും? അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? ഇന്ത്യയിലെ ഭരണകൂടത്തിനാണോ? അപ്പൊ അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു, RSS ഉത്തരം പറഞ്ഞു. അത് തന്നെയാണ് പാകിസ്ഥാനിലും, അത് തന്നെയാണ് ബംഗ്ലാദേശിലും നടന്നുകൊണ്ടിരിക്കുന്നത്. RSS ഇന്ന് പറഞ്ഞത് ഒരു 50 കൊല്ലം മുമ്പ് RSS പറഞ്ഞിരുന്നുവെങ്കിൽ, നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇതിന് ഉത്തരം കിട്ടുമായിരുന്നല്ലോ. ഞാനതിലൊക്കെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഇവിടെ പറയാൻ കാരണം, ഇത് അങ്ങ് ചോദിച്ചല്ലോ, അങ്ങല്ല ബാബു ചോദിച്ചല്ലോ. ബാബു തന്റെ ഇടമുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ 58 ഇഞ്ച് നെഞ്ചിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നാൽ പോരാ. ലോകത്തിലെ ഇന്ത്യ അഹമ്മദ് സാർ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ ഭീഷണിയാവുന്ന ഒരു രാജ്യമായി അത് ബംഗ്ലാദേശ് മാറാൻ പാടില്ല. നടപടി വേണം. അങ്ങേക്ക് 58 ഇഞ്ചിന്റെ നെഞ്ചവുമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അങ്ങയുടെ പാർട്ടിക്ക്, അങ്ങയുടെ പ്രസ്ഥാനത്തിന് പറയാൻ സാധിക്കുമോ ഇവിടെ നടപടി വേണമെന്ന്? ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങ് അരുണാചൽ പ്രദേശിൽ ചൈന ഇന്ത്യയുടെ 2600 ചതുരശ്ര കിലോമീറ്റർ പോയപ്പോ പഞ്ചപുറ്റം മടക്കി നിന്നല്ലോ, ഒരു അക്ഷരം നിന്നില്ലല്ലോ. അതുപോലെ ശ്രീലങ്കയിൽ ചൈനയുടെ താവളം ഉണ്ടാക്കിയല്ലോ, മിണ്ടിയില്ലല്ലോ. മാലിയിൽ ചൈനയ്ക്ക് വേണ്ടപ്പെട്ട ആളുകളെ അവർ അവരോധിച്ചല്ലോ, അങ്ങ് ഇടപെട്ടില്ലല്ലോ. അങ്ങയുടെ പ്രധാനമന്ത്രി ഭീരുവാണ്. അങ്ങയുടെ പ്രധാനമന്ത്രിക്ക് ഈ കോർപ്പറേറ്റ് ഭീമന്മാരെ വളർത്തുക എന്നതല്ലാതെ രാജ്യത്തിന്റെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ, രാജ്യത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന ബോധം വളർത്തിയെടുക്കാൻ അങ്ങേ കഴിയില്ല. പച്ചയായ രാഷ്ട്രീയം കളിച്ച്, പച്ചയായ വർഗീയത കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നപുംസകമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതനുസരിച്ച് ഉയരുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJPയും തയ്യാറാകണമെന്ന് എനിക്ക് പറയാം. ഓക്കെ മാഷെ, ഇപ്പോ ഇത് നരേന്ദ്രമോദിയുടെ കഴിവ് കേട് എന്നുള്ള രീതിയിലാണ് ഇപ്പോ പുതിയ നറേറ്റീവ് വന്നിരിക്കുന്നത്. ഇതില് അടിസ്ഥാന പ്രശ്നം വളരെ എന്നോടാണോ? മാഷോടാണ് ചോദ്യം. ഓക്കെ, ബാബുവേട്ടനും ശ്രീ നിയാസും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയമായ വാഗ്വാദങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷം എന്ന കൺസെപ്റ്റിനെ കോൺഗ്രസ് പാർട്ടിയും BJP എന്ന ഭരണകക്ഷിയും എങ്ങനെ കാണുന്നു എന്ന മട്ടിലേക്കാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്ന ഈ ചരിത്ര സന്ദർഭത്തിൽ അവിടെ അതിനനുകൂലമായ അതിനാസ്പദമായ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ,
അതോടൊപ്പം തന്നെ ആ കലാപം ഉണ്ടാക്കിയിട്ട് സംഭവിക്കാൻ പോകുന്നത് ഏത് രാജ്യത്തിനാണ് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? അത് എങ്ങനെയാണ് ആത്യന്തികമായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നത്? ഇന്ത്യയിലേക്ക് വരുന്ന ജനങ്ങൾ, അഭയാർത്ഥികളായി വരുന്നവർക്ക് അഭയം കൊടുക്കുന്നത് താരതമ്യേന ചെറിയ കാര്യമാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഈ കലാപം അനിശ്ചിതമായി പോയാൽ സംഭവിക്കുന്ന ആത്യന്തികമായ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ചർച്ചയ്ക്കിടെ ഒരു മർമ്മമായി തീരണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചേർത്ത് പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നിയാസിനോട് നമ്മൾ എങ്ങനെയൊക്കെ തർക്കിച്ചാലും ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ആർജവമാണ്, അതിശക്തമായ ഇടപെടലാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. തർക്കിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ അതിന്റെ മറുവശമുണ്ട്. ഞാനിപ്പോൾ നിയാസ് സമ്മതിക്കേണ്ട, നിയാസിന് പോലും എനിക്കും നിയാസിനും ഞങ്ങൾക്കൊക്കെ ഒരുപോലെ സമ്മതിക്കേണ്ടി വരുന്നൊരു കാര്യം, ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ കലാപങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യം പരിഗണിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഇന്ത്യയിലെ കാര്യമാണല്ലോ നമ്മൾ തർക്കിക്കുന്നത്. ഇന്ത്യയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിയാസിനും എനിക്കും സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയം ഇപ്പോൾ വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ കുറേ നഗരങ്ങളുടെ പേര് പറഞ്ഞിരുന്നത് ഒരിക്കലും തീരാത്ത ആഴ്ചകൾ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹിന്ദു മുസ്ലിം കലാപത്തിന് കീർത്തി കേട്ട, അതിന്റെ പേരിൽ അപഖ്യാതി നേടിയ നഗരങ്ങളായിട്ടാണ്. എത്രയോ നഗരങ്ങൾ, ജാംഷഡ്പൂർ ആയാലും ഭീവണ്ടി ആയാലും നെല്ലി ആയാലും ഈ അലിഗഡ് ആയാലും അങ്ങനെയുള്ള ഒരുപാട് നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ നഗരങ്ങളുടെ പേരൊക്കെ ചരിത്രത്തിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. കാരണം കലാപങ്ങളുടെ നാട്, കലാപങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന നാടുകളില്ല. അതിനർത്ഥം ഈ നേരത്തെ നിയാസ് പറഞ്ഞതുപോലെ പലയിടത്തും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലുള്ളത് നടക്കുന്നില്ല എന്നല്ല. പക്ഷേ അതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതൊരു ക്രമസമാധാന പ്രശ്നമായി മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാനും അടിച്ചമർത്താനുമുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നീണ്ടു നിൽക്കുന്ന, ഇപ്പൊ 2002 ഇപ്പൊ നിയാസിന് സമ്മതിക്കാൻ പ്രയാസം ഇല്ലാത്തൊരു കാര്യം, 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം 22 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ഒരു മണിപ്പൂർ കലാപം കേൾക്കുന്നത്. അതിനിടയിൽ അത്തരത്തിലുള്ള കലാപങ്ങൾ, നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾ, മാസങ്ങൾ നീണ്ട കലാപങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ കാണുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതേ സമയത്ത് ആൻസറബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി, ഇതിൽ രണ്ട് പക്ഷം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിന് അധികാരം ഉണ്ടാകുമ്പോൾ അവർ മറുപടി പറയാനും അത് അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ ഒരു ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നു, ഇന്റൻസിറ്റി കുറഞ്ഞിരിക്കുന്നു, ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി ഭരണത്തിന് കൊടുക്കേണ്ട ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. അത് ഒരു ഭാഗം. അതേ സമയത്ത് ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൃത്യമായിട്ട് ബംഗ്ലാദേശികളോടൊപ്പം അവരുടെ വിമോചനത്തിന് വേണ്ടി നിന്നതുപോലെ ഇന്നിപ്പോ ആ ബംഗ്ലാദേശ്, നേരത്തെ ബാബുട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്, നമ്മൾ ഉണ്ടാക്കിയതിനെ നമ്മൾ തന്നെ നിലക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. രണ്ട് കാരണങ്ങൾ. അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടും, ചെറിയ കാര്യമല്ല. ഇപ്പൊ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിമാര് 19 പേരെ അവിടെ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞൊരു, അത് അവിടുത്തെ ദേശീയ പതാകയെ അവമാനിച്ചു എന്നാണ് കേസ്. വേറെ രാജ്യദ്രോഹത്തിന്റെ പേരിൽ അവിടെ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടല്ല. അങ്ങനെ അപമാനിച്ചതിന്റെ പേരിൽ അവിടെ 19 സന്യാസികളെ ജാമ്യം കൊടുക്കാതെ അകത്തിടുന്നു. അവരെ അനുകൂലിച്ചുകൊണ്ട് നിയമപ്രകാരമുള്ള രേഖകളുമായി, രാജ്യം കൊടുത്ത പാസ്പോർട്ടും വിസയുമായി വന്ന 54 സന്യാസിമാരെ അതിർത്തിയിൽ തടഞ്ഞിടുന്നു, കടത്തിവിടുന്നില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനം മുറിച്ചു കടക്കാൻ ബംഗ്ലാദേശിലൂടെ നിരന്തരമായി അനുവദിക്കപ്പെടുന്നുണ്ട്. അപ്പോഴും ഇന്ത്യയിലേക്ക് കടക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് സന്യാസിമാർക്ക് പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ബലമായി തുറന്നുവിടാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് കാണിച്ചാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പിന്തുണക്കുമോ എന്ന ചോദ്യമാണ് ബാബുവേട്ടൻ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും പിന്തുണക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്നല്ല, ഇന്ത്യ ഒന്നാകെ പിന്തുണക്കണം എന്നാണ് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞ കാര്യം ഒരു കാര്യം അതാണ്. രണ്ട്, ഈ തീവ്രവാദികൾക്ക് അന്നം കൊടുക്കുന്ന ആരാണ്? എല്ലാ തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കും അന്നം കൊടുക്കുന്ന ആരാണ്? സൗകര്യം കിട്ടിയാൽ നമ്മുടെ രാജ്യത്തും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഈ അവിടെ സൗകര്യം പോലെ ബംഗ്ലാദേശിൽ ഉള്ള ഒരു പ്രസ്ഥാനം മാത്രമല്ല, ബംഗ്ലാദേശിൽ അവിടെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഷെയ്ഖ് ഹസീനയെ ഓടിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമല്ല,
പാകിസ്ഥാനിൽ അഹമ്മദിയാക്കളെ, നൂറുകണക്കിന് അഹമ്മദിയാക്കളെ കൂട്ടക്കൊല നടത്തിയ ഒരു ഈ ഇസ്ലാമിലെ തന്നെ വിശ്വാസപരമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറുതല്ല വലുതോ തർക്കിച്ചോട്ടെ, പക്ഷേ വിശ്വാസപരമായി ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന അഹമ്മദിയാക്കളെ കൂട്ടക്കൊല ചെയ്ത് വംശനാശം വരുത്തുന്ന ഒരു മൂവ്മെന്റ് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ ലക്ഷണമൊത്ത തീവ്രവാദ പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ നമ്മുടെ നാട്ടിലുണ്ട്. സൗകര്യം പോലെ, തരാതരം പോലെ ഓരോ സംസ്ഥാനത്തെയും ഡെമോഗ്രാഫി നോക്കിയിട്ട്, രാഷ്ട്രീയ കാലാവസ്ഥ നോക്കിയിട്ട് കാത്തിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രം വരാൻ സമയമായോ? സമയമായിട്ടില്ല, ആകുമ്പോൾ പറയാം എന്ന് പറയുന്ന ഒരു നിലപാട് നമ്മുടെ രാജ്യത്തുണ്ട്, നമുക്ക് ഓർക്കാൻ കഴിയണം. അതുകൊണ്ട് ഈ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണ ഇവർക്ക് എല്ലാ ഭാഗത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട്. മതരാഷ്ട്രങ്ങളുടെ, ലോകമെങ്ങുമുള്ള മതരാഷ്ട്രങ്ങളുടെ പണം കിട്ടുന്നുണ്ട്, സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയും പിന്തുണയും കിട്ടുന്നുണ്ട്. അത്തരം ശക്തികൾ നമ്മുടെ രാജ്യത്തും ശക്തിപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമായിട്ട് നിൽക്കണം. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ആവർത്തിക്കുന്നു, അമേരിക്കയും ചൈനയും ഒരുപോലെ നമ്മുടെ തൊട്ട അയൽപക്കത്ത്, ഒരു വേലിക്കപ്പുറത്ത്, ആ വേലി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും ഇടക്കുള്ള വേലിയാണ്. ആ വേലിയിൽ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, അത് കോക്സ് ബസാർ ആയാലും ശരി, ഇപ്പുറത്ത് സെന്റ് മാർട്ടിൻ ഐലൻഡ് ആയാലും ശരി, ആ രണ്ട് കൊച്ചു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ വിരുദ്ധമായ രണ്ട് സാമ്രാജ്യത്വ ശക്തികൾ വളർന്നു വരുന്നതിന്റെ ആശങ്ക കൂടി നമുക്ക് കാണാൻ കഴിയണം. ഈ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതിയാവില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ബംഗ്ലാദേശ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആ ഇഷ്യൂവില് ദേശീയമായി എനിക്കറിയാം, ഇപ്പൊ നിയാസിന്, ഈ കോൺഗ്രസ് പാർട്ടിക്ക് നമുക്ക് ഉള്ളത് പറയണമല്ലോ. കോൺഗ്രസ് പാർട്ടി ശ്രീലങ്കയിൽ സമാധാനം പാലിക്കാൻ വേണ്ടി ഒരു സമാധാന സേനയെ അയൽ രാജ്യത്തോട് സൗമനസ്യത്തോട് അയച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ വില കൊടുക്കേണ്ടി വന്ന ഒരു രാജ്യമാണിത്. അങ്ങനെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർ ചെയ്ത ഒരു ഘട്ടത്തിൽ നിലപാടെടുത്ത കാര്യത്തിനെ ഒന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ബാബുവേട്ടൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബംഗ്ലാദേശിനോടൊരു നിലപാടെടുക്കാൻ, സത്യസന്ധവും ധീരവുമായൊരു നിലപാടെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സമ്പൂർണമായ പിന്തുണ കൊടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുമോ, അതോ വില കുറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞ് അപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കണക്കുകൾ തീർത്തുകൊണ്ടിരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം വളരെ ദേശീയ പ്രധാനമുള്ള ചോദ്യമാണ്, രാജ്യസ്നേഹത്തിന്റെ ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, മാഷ് പറഞ്ഞു വെച്ചിടത്ത് നമുക്ക് നാളെയും ചർച്ച നടത്താം. സമയപരിമിതി കൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ബ്രിഗേഡിയർ വേണുനായർ ക്ഷമിക്കുക. മതമൗലികവാദികൾ അരങ്ങ് തകർക്കുന്ന ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടേ മതിയാവൂ. ബംഗ്ലാദേശിനെ ഒരു കാലത്ത് പുരോഗതിയിലേക്ക് നയിച്ചതിൽ, ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിൽ തന്നെ നിർണായക പങ്ക് വഹിച്ച ഭാരതത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. അത് മറന്ന് തീ കൊണ്ട് തലച്ചൊറിയുന്നവ അനുഭവിക്കാൻ ഇരിക്കുന്നേയുള്ളൂ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.